എന്നിരുന്നാലും നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത അനുസരിച്ച് പല പല കുട്ടികളും +2 കഴിഞ്ഞ് ജോലിക്ക് പോകാതെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്കാണ് പോവുക. അതിനും ശേഷമാണ് പലപ്പോഴും കുട്ടികൾ ഒരു ജോലിയിലേക്ക് ശ്രമിക്കുന്നത്. അപ്പൊ അതിന് ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് +2 എന്ന് പറയുന്നത്. കാരണം അതിനുശേഷമാണ് ഓരോ കുട്ടികളും അവരുടെ കരിയർ ഏതാണ്, അല്ലെ ഏതിലേക്കാണ് പോകേണ്ടതെന്ന് അവർ സെലക്ട് ചെയ്യുന്നതാണ് +2വിന് ശേഷം. അതിനു മുമ്പ് വരെയുള്ള ഒരു കമ്പൽസറി വിദ്യാഭ്യാസമാണ്. അപ്പോ ഇപ്പോൾ പല കുട്ടികൾക്ക് ഒത്തിരി കൺഫ്യൂഷൻസിന്റെ സമയമാണ്. ഏതാണ് നല്ലത്, പലരും പറയും ഇതാണ് നല്ലത്, ഇതാണ് നല്ലത്, ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഓരോരുത്തരും അവരുടെ ചെറിയ ചെറിയ അറിവ് വെച്ചിട്ട് പറയും. അപ്പൊ നമുക്ക് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കുറച്ചുകൂടെ ആധികാരികമായിട്ടുള്ള ആൾക്കാരിൽ നിന്നുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഇതിന്റെ എല്ലാം ഉപരിയായിട്ട് കുട്ടികളുടെ കഴിവുകൾ, അവരുടെ ഇഷ്ടങ്ങൾ, അതും കൂടെ നമ്മൾ പരിഗണിക്കണം. എല്ലാവർക്കും കൂടെ ഒരു ജോലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് എന്താണോ താല്പര്യം, അല്ലെ എനിക്ക് ഏതിലാണോ കുറച്ചുകൂടെ കഴിവ് തോന്നുന്നത്, ആ മേഖലയിലുള്ള ഒരു ജോലിയിലേക്ക് പോകുന്നതാണ് ആ വ്യക്തിക്ക് ജോലിയിലെ സംതൃപ്തിയും എല്ലാം കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള സംശയങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവാം. BHSയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട് നമുക്കറിയാം കരിയർ ഗൈഡൻസ് എന്നുള്ള ഒരു സെല്ല് നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഒത്തിരി നല്ല കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്, കൗൺസിലിംഗ് ക്ലാസ് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഇതുപോലെയുള്ള ഗൈഡൻസ് ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട്. അപ്പം അത് ഓരോ കുട്ടികളുടെയും കരിയർ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എനിക്ക് കുട്ടികളോട് പറയാനുള്ളതും പേരൻസിനോട് പറയാനുള്ളതും, നിങ്ങളാണ് ഇതിലെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ആ കുട്ടികളെ ഒരു നല്ല ഭാവിയിലേക്ക് എത്തിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. അതിന്റെ ഒരു ഇമ്പോർട്ടൻസോട് കൂടി, അല്ല അതിന്റെ ഒരു ആ പ്രാധാന്യത്തോടു കൂടി ഈ ക്ലാസ്സിനെ കേൾക്കുകയും അത് അക്സെപ്റ്റ് ചെയ്യും, അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സോ കരിയറോ അത് ചൂസ് ചെയ്യുകയും ചെയ്യണം. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉള്ള പക്ഷം, ഇപ്പം നമുക്കറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകരുടെ കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ തന്നെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന പല കോഴ്സുകളുടെയും ഡീറ്റെയിൽസ് മാർഗദീപം എന്നുള്ള ഒരു ഗ്രൂപ്പിലുണ്ട്, ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അത് കരിയർ മാസ്റ്റേഴ്സ് കുട്ടികൾക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മൾ അറിയാതെ തന്നെ നമുക്ക് പല കോഴ്സുകളെ കുറിച്ചും അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചും അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ എല്ലാ കുട്ടികളുടെയും വീട്ടിലിപ്പം തൊഴിൽ വാർത്തയോ എംപ്ലോയ്മെന്റ് ന്യൂസോ ഒന്നും ഉണ്ടാവണം എന്നില്ല. അപ്പൊ പത്രമൊക്കെ ആയിരിക്കും സാധാരണ കുറച്ചു പേരുടെയൊക്കെ വീട്ടിൽ കാണുക. പിന്നെ കുട്ടികളെല്ലാവരും തന്നെ TV, ബാക്കിയുള്ള മീഡിയാസ് ഒക്കെയാണ് കാണുന്നത്. പക്ഷെ TV-യിലൊന്നും എപ്പോഴും എല്ലാവരും തൊഴിലവസരങ്ങളൊന്നും അത്ര ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ കിട്ടുന്നത് നല്ലൊരു കാര്യമാണ്. അത് കൂടാതെ നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് തന്നെ ഒത്തിരി കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് പറ്റും. അപ്പം ഈ കിട്ടുന്ന ക്ലാസ്സിൽ കിട്ടുന്ന ഇൻഫർമേഷൻ നിങ്ങൾ അതിനകത്തെ വാല്യുബിൾ ആയിട്ടുള്ള ആ ഇൻഫർമേഷൻ നിങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത പദ്ധതിയിലേക്ക് നിങ്ങൾ പോവുക. എനിക്ക് തോന്നുന്നത് ഒരു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അറിയാം എത്രയോ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർ വന്ന് രജിസ്റ്റർ ചെയ്ത സ്ഥലമാണ് എംപ്ലോയ്മെന്റ് ഓഫീസ് എന്ന് പറയുന്നത്. അവിടുന്ന് തന്നെ ചില ടെമ്പററി ജോലിക്ക് ആൾക്കാരെ വിടുന്നുണ്ട്. അപ്പം അതൊക്കെ ആ ഒരു മേഖല പ്രവർത്തിക്കുന്ന ആൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ട് സാറിന്റെ ഒരു വിലയേറിയ ഇൻഫർമേഷൻസ് കുട്ടികൾക്ക് നന്നായിരിക്കും. ഇതിനകത്ത് കൂടുതലായിട്ട് ക്ലാസ് കൊടുക്കേണ്ടതും അത് അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതും ഷാജു സാറാണ്. ഷാജു സാർ നന്നായി ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരെല്ലാവരും, നമ്മുടെ കരിയർ മാസ്റ്റേഴ്സ് എല്ലാവരും കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഈ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നന്നായിട്ട് ഉത്സാഹിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇനിയും തുടർന്ന് നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലെ തന്നെ വരുന്ന കുട്ടികൾക്ക് ഇനി ഫസ്റ്റ് ഇയർ വരും, ഇപ്പൊ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഈ പ്രോഗ്രാമുകൾ കണ്ടിന്യൂ ചെയ്യുക. ഇതിലും കുറച്ചുകൂടി നന്നായിട്ട് തന്നെ എന്താണ് കൊടുക്കാൻ പറ്റുക അത് കൊടുക്കുക. പിന്നെ ഈ കുട്ടികളോട് പറയാനുള്ളത്, പലപ്പോഴും ഈ 2 വർഷമായിട്ട് നമ്മൾ കൊറോണയുടെ ഒരു ഇതിൽ നിൽക്കുന്നത് കൊണ്ട് പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങളെ നിസ്സാരവൽക്കരിച്ചാണ് കാണുന്നത്. പഠനവും അത് പരീക്ഷയും ഒക്കെ നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് പാസ്സായി പോയാൽ മതി എന്നുള്ള ഒരു രീതിയിലേക്ക് പോവുക. പിന്നെ എളുപ്പ വഴിയിൽ പൈസ ഉണ്ടാക്കാനുള്ള ചില കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. അങ്ങനെയുള്ള ചില ചിന്താഗതികൾ നമ്മുടെ ഇന്നത്തെ തലമുറയിലുണ്ട്. ഒരിക്കലും അതിനോട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം നമുക്ക് എളുപ്പവഴി കിട്ടുന്ന പണമല്ല വേണ്ടത്. നമ്മൾ അധ്വാനിച്ച് തന്നെ മാന്യമായ രീതിയിൽ, അത് ഏത് ജോലിയായാലും മാന്യമായ രീതിയിൽ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന ഒരു സമ്പത്താണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള ചെറിയ ചെറിയ ജോബുകളൊക്കെ ഓഫർ ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് പോയി ചാടാതെ നമുക്കുള്ള ആ ഒരു കിട്ടുന്ന അവസരം ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ജോബിലേക്ക്, അതായത് ഒരു എന്താ പറയാ സ്ഥിരമായ ഒരു ജോലി, നമുക്കൊരു സെക്യൂർ ആയിരിക്കണം. നമ്മുടെ ഒരു സാമ്പത്തിക ഭാഗം അത് നമുക്ക് വേണം. അതുപോലെ തന്നെ നമ്മളിൽ പല കുട്ടികൾക്കും ഉള്ള ഒരു പ്രശ്നം, ഒന്നും പഠിക്കാനോ ജോലി ഇല്ലാത്ത അവസരത്തിൽ അവർ മറ്റ്
പല ആക്ടിവിറ്റീസിലേക്കും, അതായത് സമൂഹത്തിന് ഉതകാത്ത പല ആക്ടിവിറ്റീസിലേക്കും തിരിയാനുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവാതിരിക്കാനാണ് പറയുന്നത്. നമ്മുടെ മൊബൈൽ ഉണ്ട്, സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉണ്ട്, അതിലൊക്കെ കുട്ടികൾ ഒത്തിരി ഇപ്പോൾ വ്യാപൃതരായിരിക്കുകയാണ്. കുറച്ചൊക്കെ അതിനോട് നിങ്ങൾ വിട പറഞ്ഞുകൊണ്ട് നമുക്കൊരു എല്ലാവർക്കും ഒരു ഭാവിയുണ്ട്, അത് നമ്മളാണ് ചിട്ടപ്പെടുത്തേണ്ടതെന്നുള്ളൊരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കാര്യമാണ് ഈ കുട്ടികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്. അതിനകത്ത് മറ്റുള്ളവരുടെ പ്രലോഭനങ്ങളോ ഒന്നും അല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ പേരൻസിന്റെ ഗൈഡൻസ്, നിങ്ങളുടെ അധ്യാപകരുടെ ഗൈഡൻസ്, അഡ്വൈസ്, അതുപോലെ തന്നെ അറിവുള്ളവർ പറഞ്ഞു നൽകുന്ന നല്ല പാഠങ്ങൾ, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തന്നെ ജീവിതത്തിൽ ഒരു പരിധിവരെ വിജയിക്കാനായിട്ട് പറ്റും. കാരണം ആരെയും പരാജയപ്പെടുത്താനോ അല്ല, പരാജയത്തിന് വേണ്ടി മാത്രമല്ല മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും വിജയിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷെ നമ്മളത് കണ്ടെത്തണം. എങ്ങനെ പോയാലാണ്, എവിടെയാണ് എനിക്ക് വിജയിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തണം. അതിൽ കുട്ടികളെല്ലാവരും ആ ഒരു നല്ലൊരു മാർഗത്തിലേക്ക് നിങ്ങൾ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കിട്ടുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട്. ഇപ്പൊ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് എല്ലാ കുട്ടികളെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ 500 പേരെ അക്സെപ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ നമുക്ക് 500 പേര് ഇപ്പോഴും ആയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇവിടെ ഉള്ളവർ ഒരു മെസ്സേജും കൂടെ എല്ലാ കരിയർ മാസ്റ്റേഴ്സിനും കൊടുക്കുക, കുട്ടികളോട് മാക്സിമം ഷെയർ ചെയ്ത് പറ്റുന്ന ആൾക്കാരോട് കയറാൻ പറയുക. അപ്പം അത്രയും പേർക്ക് നമുക്കിവിടെ ഷെയർ ചെയ്യാൻ പറ്റും. അത് കൂടാതെ തന്നെ അതിൽ കിട്ടാത്ത കുട്ടികൾക്ക് ഇൻഫർമേഷൻസ് കൊടുക്കാം. നിങ്ങൾ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ബാക്കി ആർക്കെങ്കിലും നമുക്ക് ചെയ്യാൻ കിട്ടുന്ന ഉപകാരങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പൊ ഇത് ക്ലാസ്സിൽ ആദ്യം തൊട്ട് അവസാനം വരെ കുട്ടികൾ ഇത് മിസ് ചെയ്യാതെ കേൾക്കുക. കേട്ടതിന് ശേഷം നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ ക്ലിയർ ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഓൾറെഡി പാസ് ഔട്ട്, ഇപ്പം നിങ്ങളുടെ റിസൾട്ട് ഉടനെ തന്നെ വരും. റിസൾട്ട് 21 ഡിക്ലെയർ ചെയ്യും. അപ്പൊ തന്നെ നമുക്ക് അടുത്ത കോഴ്സിലേക്കോ അടുത്ത ജോബിലേക്കോ ഉള്ള അപ്ലൈ ചെയ്യാനുള്ള സന്ദർഭമായി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ എല്ലാവരും പലതും കണ്ടുവച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ടൈമിലാണ് നമ്മൾ ഇത് സംഘടിപ്പിക്കുന്നത്. അപ്പൊ ഒരു ആശങ്കക്കിടയില്ലാത്ത വിധം എല്ലാവരും ക്ലാസ് ഒക്കെ കേട്ടുകൊണ്ട് കൂടുതൽ സംശയങ്ങൾ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരോടും നമ്മുടെ ക്ലാസ് നയിക്കുന്നവരോടും നിങ്ങൾക്ക് കിട്ടുന്ന എത്രമാത്രം നിങ്ങൾക്ക് സംശയങ്ങളുണ്ടോ അത്രയും സംശയങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യൂ. നമുക്ക് പറ്റുന്നത്രയും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. എല്ലാവരും ശ്രദ്ധയോടെ ഇരുന്നത് ക്ലാസ് കേൾക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്ന ഷാജു സാറിനും എല്ലാ ആശംസകളും നൽകുകയാണ്. നമ്മുടെ കുട്ടികളുടെ ഒരു ഇതനുസരിച്ച് അവര് എല്ലാവരും സാധാരണക്കാര് കുട്ടികളാണ്. അപ്പൊ അവർക്ക് നല്ലൊരു എന്താ പറയാ, അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ചിലപ്പോ എങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായി അവര് ഇഷ്ടപ്പെട്ടൊരു മേഖലയിലേക്ക് ചിലപ്പോൾ പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതുപോലെ ഇന്ന് രാവിലെ ഇനാഗുറേഷൻ മീറ്റിംഗിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ DG ജീവൻബാബു സാർ പറഞ്ഞതുപോലെ ഇപ്പൊ എല്ലാവർക്കും എന്താ പറയാ, ഒത്തിരി ഹൈ ജോലിയൊന്നും എല്ലാവർക്കും കിട്ടണമെന്ന് നിർബന്ധമില്ല. കാരണം നമ്മുടെ ഒരു ലോകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് തന്നെ ഒത്തിരി ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഒത്തിരി ഹൈ ലെവലിലേക്ക് മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എല്ലാ ജോലികളും ചെയ്യാനായിട്ട് ആൾക്കാർ വേണം. എല്ലാ ജോലിക്കും അതിൻ്റെതായ തന്നെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് എനിക്ക് ഏതിലാണ് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു കഴിവ് അറിഞ്ഞുകൊണ്ട്, അല്ലെ എൻ്റെ ഒരു ഇഷ്ടം അറിഞ്ഞുകൊണ്ട് അതിലേക്ക് പോകാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അതുപോലെ തന്നെ മോഹന വാഗ്ദാനങ്ങൾ ചിലർ പറയുമല്ലോ, ഇപ്പൊ ഒത്തിരി ഏജൻസികൾ കുട്ടികളെ ക്യാൻവാസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ ചെയ്തു തരാം, ഇങ്ങനെ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് ചെന്ന് കഴിയുമ്പോൾ അറിയാമുള്ളൂ വലിയ ഫീസ്, അതുപോലെ തന്നെ ചിലപ്പോൾ അപ്രൂവൽ ഉണ്ടാവില്ല. ആ ഒരു ചതി പോലെയാണ് ചിലപ്പം ഉണ്ടാവുക. അപ്പം ഒരു എഡ്യൂക്കേഷൻ മേഖലയിൽ ബിസിനസ്സും കൂടി നടക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. അപ്പൊ നിങ്ങളൊരു കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ ഒരു സത്യാവസ്ഥ, അതിന്റെ ഒരു ജെന്യൂനെസ് അറിഞ്ഞു വേണം ആപ്ലിക്കേഷൻ കൊടുത്ത് അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാനായിട്ട്. സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്ത് പിന്നെ അവിടുന്ന് ഒരു ഊരാക്കുടുക്ക് പോലെ ആകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഇതിന്റെ അപ്രൂവലുള്ള സ്ഥാപനങ്ങളിലാണ് പഠനമായാലും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകാനായിട്ട് ശ്രമിക്കേണ്ടത്. ആ കാര്യം കൂടെ കുട്ടികളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചെറിയ പ്രോഗ്രാം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ടുകൂടെ ഞാൻ അറിയിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും നല്ല ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നല്ലൊരു ഭാവിയും വരുന്ന നല്ലൊരു ശോഭന വർഷവും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി. വളരെ നന്ദി ലിസി മാഡം. അടുത്തായിട്ട് നമ്മൾ നേരെ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. ഷാജു സാറ് ഈ പ്രോഗ്രാം ഹലോ ഷാജു സാർ ഈ പ്രോഗ്രാം നയിക്കുന്നതിന് വേണ്ടി ഷാജു സാറിന്റെ ഈ പ്രോഗ്രാം നയിക്കുന്നതിന് വേണ്ടി സഹർഷം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു.
എന്നെ കേൾക്കാനും കാണാനും പറ്റില്ലേ സാറേ? സാറിന്റെ ക്യാമറ ഓഫ് ആണ്, കാണാൻ പറ്റുന്നില്ല. പക്ഷെ സാറിന്റെ സ്ലൈഡ് കാണാം. അത് മതി, അല്ലേ ക്യാമറയിലേക്ക് ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച. ഓക്കെ, ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്ത VHSC അസിസ്റ്റന്റ് ഡയറക്ടർ, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ, അധ്യാപകർ, മാതാപിതാക്കൾ, അനിയന്മാരെ, അനീത്തിമാരെ, എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് ഷാജു എന്നാണ്. ഞാൻ തൃശ്ശൂർ മുൻ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഈ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിൽ നിന്നാണ്. എൻ്റെ ഇന്നത്തെ വിഷയം VHSC കഴിഞ്ഞ് നിങ്ങൾക്ക് പോകാവുന്ന മെഡിക്കൽ കോഴ്സുകൾ, മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ, പാരാമെഡിക്കൽ, അഗ്രികൾച്ചർ കോഴ്സിനെ കുറിച്ച് ആണ് നിങ്ങളുമായിട്ട് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. എന്തിനാണ് വിദ്യാഭ്യാസം? എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം? അറിവ് നേടുന്നതിനും ജോലി ലഭിക്കുന്നതിനും വേണ്ടി ഇതായിരിക്കും നിങ്ങളുടെ ഉത്തരം എന്ന് ഞാൻ വിചാരിക്കുന്നു. ജോലി എന്നത് ജീവിതം തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ജോലി ജീവിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമല്ലെന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ജോലി ജീവിതമാണെങ്കിൽ അതിലൂടെ വ്യക്തികൾക്കും സമൂഹത്തിനും സന്തോഷം നൽകുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അങ്ങനെയുള്ള ജോലി കൊണ്ടാണ് ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്നത്. VHSCയുടെ പഠനം അവസാനിക്കുന്നതിനോടുകൂടി നിങ്ങളുടെ ജീവിതം ആസൂത്രണം ചെയ്യേണ്ട സമയം എത്തുകയാണ്. പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കപ്പെട്ടു. എല്ലാവരുടെയും അഭിനന്ദനങ്ങളും അംഗീകാരങ്ങളും ഏറ്റുവാങ്ങുന്നതിനോടൊപ്പം തന്നെ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാണ്: ഇനി എന്താണ് പരിപാടി? ഇനി ഏത് കോഴ്സിനാണ് പഠിക്കാൻ പോകുന്നത്? ഇത്തരം ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം നൽകണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷ്യം, ഒരു ഗോൾ ഉണ്ടായിരിക്കണം. യു ഷുഡ് ഹാവ് എ ഗോൾ. Plan your future. If you do not plan your future, who will plan your future? ഇംഗ്ലീഷിൽ നമുക്ക് ഏറ്റവും പരിചയമുള്ള രണ്ട് വാക്കുകളുണ്ട്. ഒന്ന് ട്രാവൽ, യാത്ര ചെയ്യുക, സഞ്ചാരം നടത്തുക, പര്യടനം നടത്തുക. ഇനി മറ്റൊരു വാക്കുണ്ട് വാണ്ടറിങ്, അലഞ്ഞു നടക്കുക. ഈ അലഞ്ഞു നടക്കുന്നവർക്ക് ഒരു ലക്ഷ്യമില്ല, പക്ഷേ യാത്ര ചെയ്യുന്നവർക്ക് ഒരു ലക്ഷ്യമുണ്ട്. അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരണമെന്നുള്ള ലക്ഷ്യം. എ മാൻ വിത്തൗട്ട് എ ഗോൾ ഈസ് ലൈക്ക് എ ഷിപ്പ് വിത്തൗട്ട് എ റഡാർ. കൃത്യമായ ലക്ഷ്യബോധമില്ലാത്ത മനുഷ്യൻ ദിശാസൂചികയില്ലാത്ത കപ്പൽ പോലെയാണ്. ദിശാസൂചികയില്ലാത്ത ഒരു കപ്പൽ പാറകളിലും മഞ്ഞുമലകളിലും ഒക്കെ ഇടിച്ച് മുങ്ങിത്താഴുന്നത് പോലെ ലക്ഷ്യനിർണയം നടത്താത്ത ഒരു വിദ്യാർത്ഥി പരാജയത്തിന്റെ പടുകുഴിയിലേക്കായിരിക്കും വീഴുന്നത്. ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യസ്ഥാനം ഇല്ലെങ്കിൽ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് അറിയാതെ പുറപ്പെട്ട ഒരു കപ്പൽ പോലെയാണ്. ഒരു ഫുട്ബോൾ മത്സരത്തിൽ ഗോൾ വല ലക്ഷ്യമാക്കി മുന്നേറുന്നത് നിങ്ങൾ ആസ്വദിക്കാറില്ലേ? ഫുട്ബോൾ കളിയിലെ ഗോളി ഇങ്ങേ അറ്റത്ത് നിന്ന് അടുത്തുള്ള ബാക്കിന് പന്ത് കൊടുക്കുമ്പോഴും അങ്ങകലെ എതിരാളിയുടെ ഗോൾ മുഖമായിരിക്കും കളിക്കാരുടെ ലക്ഷ്യം. കിട്ടുന്ന ഏതെങ്കിലും ഒരു ജോലി തരപ്പെടുത്തുക എന്നതിനു പകരം ഭാവിയിൽ എന്താകണമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ച്
ആ ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾ പരിശ്രമിക്കണം. 1ാം ക്ലാസ് മുതൽ VHSC വരെയുള്ള ക്ലാസ്സുകളിൽ VHSC വരെ നിങ്ങൾ യാതൊരു സ്റ്റോപ്പുമില്ലാത്ത ഒരു റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. യാതൊരു തോൽവിയും അറിയാത്ത ഒരു റോഡിലൂടെ. 1 കഴിഞ്ഞു 2ലേക്ക്, 2 കഴിഞ്ഞു 3ലേക്ക്, അങ്ങനെ VHSC 2ാം വർഷം നിങ്ങൾ കഴിഞ്ഞിരിക്കുക. ഈ VHSC കഴിഞ്ഞപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡ് പല വിധത്തിൽ അങ്ങോട്ട് ഡൈവേർട്ടായി. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ. ഈ ചിത്രത്തിന്റെ മുമ്പിൽ ഒരു ട്രാഫിക് ലൈറ്റ് കത്തി നിൽക്കുന്നു. ചുവപ്പ്, മഞ്ഞ, പച്ച മാറി മാറി കത്തുന്ന ട്രാഫിക് ലൈറ്റ്. VHSCയുടെ റിസൾട്ട് വരുമ്പോൾ യാതൊരു ലക്ഷ്യവുമില്ലാത്ത വിദ്യാർത്ഥികൾ ഇതുപോലെയുള്ള ഒരു ട്രാഫിക് ലൈറ്റിന്റെ മുമ്പിൽ ഇനി എങ്ങോട്ട് പോകണമെന്ന് ചിന്തിച്ച് നിങ്ങൾ പകച്ചു നിൽക്കുമ്പോൾ, ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്, കേരളത്തിൽ ഇറങ്ങുന്ന സകല ദിനപത്രങ്ങളിലും TV-യിലും ഓരോ കോഴ്സിന്റെയും പരസ്യങ്ങൾ വരും. ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ കണ്ട് ഒരു കോഴ്സ് തെരഞ്ഞെടുത്താൽ അതോടുകൂടി നിങ്ങളുടെ ജീവിതം കട്ട പുകയായി മാറും. VHSC കഴിഞ്ഞ് എനിക്ക് ആരാകണം? എനിക്ക് ഒരു ഡോക്ടറാകണം, ഒരു എഞ്ചിനീയർ ആകണം, ഒരു നേഴ്സ് ആകണം, ഒരു ടീച്ചർ ആകണം, അല്ലെങ്കിൽ എന്നെ പോലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ആഗ്രഹത്തോടു കൂടി നിങ്ങൾ ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ അതൊരു ഗോൾ, ഒരു ലക്ഷ്യമായി മാറുന്നു. ഒരു 3 വർഷം കഴിയുമ്പോൾ, ഒരു 5 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എവിടെ എത്തണം എന്നുള്ള വ്യക്തമായ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. VHSC കഴിഞ്ഞ് ഒരു കോഴ്സ് തെരഞ്ഞെടുക്കുക എന്നത് ഒരു കരിയറിലേക്കുള്ള പാലമാണ്, ഒരു ജോലിയിലേക്കുള്ള ഒരു പാലമാണ്. അപ്പോൾ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു പാലമാണ്. എങ്ങോട്ട്? കരിയറിലേക്കുള്ള, ജോലിയിലേക്കുള്ള ഒരു പാലമാണ്. എന്നെ കേൾക്കുന്ന 90% വിദ്യാർത്ഥികളും ഒരു കോഴ്സ് തെരഞ്ഞെടുക്കുന്നത് ഒരു ജോലി ലഭിക്കണം എന്ന ആഗ്രഹത്തോടെയാണ്. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയമാണ്, ഞാൻ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലഭിക്കുന്ന ജോലി എന്താണെന്നാണ് പലരും ചോദിക്കാറ്. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾ ഒരു കോഴ്സ് തെരഞ്ഞെടുക്കുമ്പോൾ അറിയേണ്ടത് അതിൻ്റെ ജോലി സാധ്യതകളാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ വിശദമായി അറിഞ്ഞതിന് ശേഷം മാത്രം VHSC കഴിഞ്ഞ് ഒരു കോഴ്സ് തെരഞ്ഞെടുക്കുക. അതനുസരിച്ച് വേണം ഒരു കരിയർ പ്ലാനിങ് നടത്തുവാൻ. ഇനി VHSC കഴിഞ്ഞ് ഏതെല്ലാം കോഴ്സുകളുണ്ട്? എനിക്ക് പറയാനുള്ളത്, എനിക്ക് വേണ്ടി പറയുവാൻ തന്നിരിക്കുന്ന വിഷയം പറയുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ. The next step is very, very important. ആ കാര്യം നിങ്ങൾ മനസ്സിലായിരിക്കണം. VHSC കഴിഞ്ഞ് ഒരു കോഴ്സ് നല്ല രീതിയിൽ തെരഞ്ഞെടുത്തില്ലെങ്കിൽ കാലിടറി വെള്ളത്തിൽ വീഴും. ഒരു കോഴ്സ് തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി. നിങ്ങൾ ഓരോരുത്തരും എന്തെങ്കിലും പ്രത്യേകതയുള്ളവരാണ്. ഏതെങ്കിലും ഒരു കഴിവ് ഓരോരുത്തരിലും വേണ്ടവോളമുണ്ട്. അതേസമയം മറ്റു ചില കഴിവുകൾ നിങ്ങളിൽ ഇല്ലെന്നും വന്നേക്കാം. ഇത്തരം ജന്മനായുള്ള കഴിവുകളെയാണ് നാം അഭിരുചി അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ചില വിദ്യാർത്ഥികൾ ഇത്തരം കഴിവുകളെ സ്വയം തിരിച്ചറിയുന്നു. മറ്റു ചിലർ അഭിരുചി നിർണയ പരീക്ഷ വഴിയും ഇത്തരം അഭിരുചികളെ തിരിച്ചറിയുന്നു. ഇത്തരം അഭിരുചി മനസ്സിലാക്കി ഒരു കോഴ്സ് തെരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് നന്നായി തിളങ്ങുവാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടല്ലോ, ഗൂഗിളിലൊക്കെ പോയിട്ട് ഫ്രീ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞൊന്ന് അടിച്ചു നോക്കിയാൽ അഭിരുചി പരീക്ഷകൾ കാണാം. അതെല്ലാം ഒരു പോയിന്റ് ആണ്, നിങ്ങൾക്ക് ഒരു സൂചനയാണ് അതിൽ നിന്ന് ലഭിക്കുന്നത്.
നിങ്ങൾ ചിത്രം ഓർക്കണ്ടാവും, സ്ഫടികം എന്ന ചിത്രം. ഈ സ്ഫടികം എന്ന ചിത്രത്തിൽ നമ്മുടെ കഥാനായകനായ മോഹൻലാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ സോപ്പ് പെട്ടിയിൽ റേഡിയോ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടു. സ്കൂളിലേക്കുള്ള കൈമണി ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടു. മോഹൻലാലിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറുടെയോ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറുടെയോ അഭിരുചി ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ചാക്കോ മാഷ് എന്താണ് പറഞ്ഞത്? ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറും ഒരു വട്ടപൂജ്യമാണെന്നും പറഞ്ഞ് ഈ മോഹൻലാലിനെ കണക്ക് പഠിപ്പിച്ചു. നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ നമ്മൾ കണ്ടത് മാതാപിതാക്കളുടെ സ്വപ്നങ്ങളും മോഹങ്ങളും മക്കളിലൂടെ സാക്ഷാത്കരിച്ച് നിർവൃതി അടയാൻ വെമ്പൽ കൊള്ളുന്നതാണ് കണ്ടത്. ഞാൻ മാതാപിതാക്കളെ കുറ്റം പറയല്ല, ഞാനൊരു പിതാവാണ്. പക്ഷേ നമ്മുടെ മക്കളുടെ അഭിരുചി മനസ്സിലാക്കി ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുവാൻ അവരെ സഹായിക്കുക. മറ്റൊന്നാണ് ലേണിംഗ് എബിലിറ്റി, വിദ്യാർത്ഥിയുടെ പഠനശേഷി. ബുദ്ധി എല്ലാവർക്കും ഒരുപോലെയാണ്, അത് പ്രയോഗിക്കുന്നതിലെ വ്യത്യാസമുള്ളൂ എന്ന് പലരും ഭംഗിവാക്ക് പറയാറുണ്ട്. പക്ഷെ അത് ശരിയല്ല. ബുദ്ധിശക്തിയുടെ നിലവാരം പലരിലും പലതരമാണ് എന്ന് ശാസ്ത്രീയമായ പല IQ ടെസ്റ്റുകളും തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ തങ്ങളുടെ മക്കളുടെ പരിമിതികൾ മനസ്സിലാക്കി അവരെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുവാൻ സഹായിക്കണം. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. പക്ഷെ താങ്ങാനാവാത്ത ഒരു ഭാരം തലയിൽ കയറ്റി വെച്ചാൽ ആരുടെയും കഴുത്ത് ഒടിഞ്ഞു പോകും. മൂന്നാമത് ഫിനാൻഷ്യൽ കപ്പാസിറ്റി, സാമ്പത്തികം. നമ്മുടെ സാഹചര്യങ്ങൾ പ്രധാനമായും സാമ്പത്തിക സാഹചര്യങ്ങൾ ഉള്ള ഒരു കോഴ്സ് പഠിക്കാൻ ഉതകുന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരു കോഴ്സിന് ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് പല വിധത്തിൽ ഫീസ് ഈടാക്കി വരുന്നു. ഇപ്പൊ പൈലറ്റ് ആകാൻ മോഹമുള്ളവർ വീടും പുരയിടവും വിറ്റ് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് എടുക്കാൻ പോകരുത്. ഇനി സാമ്പത്തിക ഭദ്രത ഇല്ലെങ്കിൽ ബാങ്കുകള്, സൊസൈറ്റികള് ഇവരെല്ലാവരും നമ്മളെ സഹായിക്കാനുണ്ട്. സ്കോളർഷിപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ച്, അതിന്റെ നടപടികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നാലാമത്തത്, അപ്രൂവൽ ഓഫ് കോഴ്സസ്, കോഴ്സുകളുടെ അംഗീകാരം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അനവധി വിദ്യാർത്ഥിനികൾ +2 അല്ലെങ്കിൽ VHSC ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ച് പേര് രജിസ്റ്റർ ചെയ്യാൻ വരും. സർട്ടിഫിക്കറ്റ് കാണുമ്പോഴാണ് ഇതിനൊരു അംഗീകാരവുമില്ലല്ലോ എന്ന് ഞങ്ങൾ പറയുന്നത്. നമ്മുടെ മാതാപിതാക്കളുടെ പോക്കറ്റിൽ നിന്ന് 10,000 15,000 രൂപ മുടക്കിയായിരിക്കും ഇത്തരത്തിലുള്ള ഒരു 3 മാസത്തെ കോഴ്സ് പഠിച്ചു വരുന്നത്. അപ്പൊ നമ്മുടെ മക്കളെ ഏത് കോഴ്സിന് ചേർത്താലും, അത് കമ്പ്യൂട്ടർ ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, ഏത് കോഴ്സിന് ചേർത്താലും ആ കോഴ്സുകൾക്ക് അംഗീകാരമുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇവരെല്ലാമാണ് അംഗീകാരങ്ങൾ നൽകുന്നത്. എഞ്ചിനീയറിംഗ് ചേർക്കുക, MBBAക്കോ ഫാർമസി, ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ ആണെങ്കിൽ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അംഗീകരിക്കണം. മെഡിക്കൽ കോഴ്സസ് ആണെങ്കിൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ, ഡെന്റൽ കോഴ്സസ് ആണെങ്കിൽ ഇന്ത്യൻ ഡെന്റൽ കൗൺസിൽ, ആർക്കിടെക്ചർ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ. നേഴ്സിംഗ് കോഴ്സിന് വിടുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം ഉണ്ടായിരിക്കണം. ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ. പാരാമെഡിക്കൽ കോഴ്സസ് ആണെങ്കിൽ ഇന്ത്യൻ പാരാമെഡിക്കൽ കൗൺസിൽ. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കോഴ്സുകളാണെങ്കിൽ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിക്കണം. അഗ്രികൾച്ചർ, ഫിഷറീസ്, വെറ്റനറി, ഫോറസ്ട്രി, ഹോർട്ടിക്കൾച്ചർ ഒക്കെ പഠിക്കാൻ പോവുകയാണെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെ അംഗീകാരം. ട്രാവൽ ആൻഡ് ടൂറിസം, അയാട്ട എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്ന കോഴ്സുകളാണ് നല്ലത്. എയർലൈൻ കോഴ്സസ്, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ഇനി മറൈൻ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കാൻ വിടുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം. വളരെ പരസ്യങ്ങൾ വരുന്ന ഒരു കോഴ്സാണ്. ഒരു ടീച്ചിങ് കോഴ്സിന് വിടുമ്പോൾ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. ഒരു ഡിസ്റ്റൻസ് ലേണിംഗിന് പോകുമ്പോൾ യൂണിവേഴ്സിറ്റി, UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അംഗീകരിക്കണം. ഇതെല്ലാം പത്രങ്ങളിലൊക്കെ വന്ന വാർത്തകളാണ്. വിദ്യാർത്ഥികളെ വീഴ്ത്തുന്ന നഴ്സിംഗ് ചതിക്കുഴികൾ. അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞ പോലെ ഏജന്റുമാർ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. അപ്പൊ കേരളത്തിന് പുറത്തൊരു സ്ഥാപനത്തിലാണ് പോകുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ അംഗീകാരമുണ്ടോ എന്നുള്ള കാര്യം
നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാം ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ, ഒന്ന് മ്യൂട്ട് ചെയ്യേ. അതുപോലെ മറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ നമ്മുടെ എറണാകുളത്ത് പോയ കുറെ വിദ്യാർത്ഥികളെ കഥ ഹിന്ദു പത്രത്തിൽ വന്നതാണ്. ആദ്യത്തെ വർഷം കൊണ്ടുപോയി മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സിന് ചേർത്തു. ആദ്യത്തെ വർഷം കഴിഞ്ഞപ്പോൾ ആ സ്ഥാപനത്തെ ഒരു അംഗീകാരവുമില്ല. അതുപോലെ മറ്റൊരു കാര്യമാണ് ക്വാളിറ്റി ഓഫ് ദി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സ്ഥാപനത്തിന്റെ മികവ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നാളെ മറ്റു ദിവസങ്ങളിൽ നടക്കുന്ന വെബിനാർ സീരീസിലൊക്കെ പറയുന്ന എഞ്ചിനീയറിംഗ് പോലെയുള്ള ഒരു വിഷയമാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നതെങ്കിൽ ആ സ്ഥാപനത്തിന്റെ മികവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സ്ഥാപനത്തിന് അംഗീകാരമുണ്ടോ? അതുപോലെ തന്നെ ആ സ്ഥാപനത്തിന്റെ റാങ്കിങ് നിങ്ങൾ കേട്ടിരിക്കും, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക്. അപ്പൊ ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്ഥാപനത്തിന്റെയും ആ റാങ്കിങ് അറിയാൻ പറ്റും. അപ്പൊ ഇതെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കുക. അതിലുപരിയായിട്ട് നിങ്ങൾ കേട്ടിരിക്കും ക്യാമ്പസ് പ്ലേസ്മെന്റ് എന്നും പറഞ്ഞ ഒരു വാക്ക് കേട്ടിരിക്കും. അപ്പൊ ഇനി നടക്കുന്ന വെബിനാറിൽ ഒരു ബിടെക്കിനാണ് നിങ്ങളുടെ മക്കളെ ചേർത്തതെങ്കിൽ ആ ക്യാമ്പസിൽ ആ കോളേജിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എംപ്ലോയ്മെന്റിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ബിടെക് കഴിഞ്ഞവരാണ് ഏറ്റവും കൂടുതൽ. അല്ലെങ്കിൽ നമ്മുടെ എറണാകുളം ജില്ലയിൽ പറയും, ഒരു കല്ലെടുത്തെറിഞ്ഞാൽ തലയിൽ വീഴുന്നത് ഒരു ബിടെക്കാരന്റെ തലയിലായിരിക്കും. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അനവധി പേർക്ക് ജോലി ഇല്ലാതെ ഇരിക്കുകയാണ്. കാരണം എന്താണ്? അവര് സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ ആ സ്ഥാപനത്തിന്റെ മികവ് പരിശോധിക്കുകയില്ല. അവിടെ ക്യാമ്പസ് പ്ലേസ്മെന്റ് നടക്കുന്നുണ്ടോ? ബിടെക് ഒക്കെ പഠിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ജോലി കണ്ടുപിടിക്കണം. ക്യാമ്പസ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി തനിച്ചോ ഒന്നിലധികം കമ്പനികൾ ചേർന്നോ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കാറുണ്ട്. സ്ഥാപനത്തിന്റെ ഉയർന്ന പഠന സൗകര്യങ്ങൾ, അക്കാഡമിക് നിലവാരം, അച്ചടക്കം, പഠന വിഷയങ്ങൾക്ക് പുറമേയുള്ള പാഠവങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം മുതലായവയാണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റിനായി ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ തിരഞ്ഞെടുക്കുന്നത്. ഇനി മറ്റൊരു കാര്യം ഏർലി പ്ലേസ്മെന്റ്. എല്ലാവർക്കും അറിയാം, വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ഒരു ജോലി ലഭിക്കുക എന്നുള്ളത് തന്നെയാണ്. അറിവ് ലഭിക്കുക, സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതെല്ലാം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമാണെങ്കിലും ഒരു ജോലി ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പൊ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജോലി ലഭിക്കുമോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ജോബ് ലൊക്കേഷൻ. PHSC കഴിഞ്ഞു അല്ലെങ്കിൽ +2 കഴിഞ്ഞു, ഒരു കോഴ്സ് എടുത്ത് പഠിച്ചു, ആ കോഴ്സിന്റെ പഠനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ എവിടെ നമുക്ക് ജോലി ലഭിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത സ്ലൈഡിൽ കാണിക്കാൻ പോകുന്ന B.Pharm എന്നുള്ള ഒരു കോഴ്സ് ഉണ്ട്. B.Pharm 4 വർഷം പഠിക്കുന്ന ബാച്ചിലർ ഓഫ് ഫാർമസി. ആ കോഴ്സ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി ലഭിക്കേണ്ടത് ഒരു മരുന്ന് നിർമ്മിക്കുന്ന മെഡിസിൻ മാനുഫാക്ചറിങ് കമ്പനിയിലാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കമ്പനികൾ കേരളത്തിൽ കുറവാണ്. അപ്പോൾ കേരളത്തിന് പുറത്തു പോകേണ്ടി വരും. അപ്പൊ പഠനം പൂർത്തീകരിച്ച് പുറത്തു പോകാൻ റെഡിയാകുമ്പോൾ അച്ഛനും അമ്മയും പറയും, വേണ്ട, കേരളത്തിന് പുറത്തു പോയിട്ടുള്ള പരിപാടിയൊന്നും വേണ്ട. അങ്ങനെയുള്ള മക്കളാണ് നമ്മുടെ എറണാകുളം ജില്ലയിലെ മെഡിക്കൽ സ്റ്റോറുകളില് മരുന്നെടുത്തു കൊടുക്കാൻ നിൽക്കുന്നത്. മരുന്നെടുത്തു കൊടുക്കാൻ നിൽക്കുന്നതിന് B.Pharm പഠിക്കണ്ട, ഞാൻ പറയുന്ന D.Pharm പഠിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ്. ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. എനിക്കിന്ന് തന്നിരിക്കുന്ന വിഷയം PHSC കഴിഞ്ഞ് നിങ്ങൾക്ക് പോകാവുന്ന മെഡിക്കൽ സംബന്ധിച്ചുള്ള കുറെ കാര്യങ്ങൾ. നിങ്ങൾക്ക് തന്നെ അറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് നീറ്റ് എന്നുള്ള പരീക്ഷ. ഇന്ത്യയിൽ എവിടെയും മെഡിക്കൽ പഠനം സാധ്യമാകണമെങ്കിൽ എഴുതേണ്ട ഒരു പരീക്ഷയാണ് നീറ്റ് എന്ന പരീക്ഷ. ഈ നീറ്റ് എന്ന പരീക്ഷ നീറ്റായിട്ട് എഴുതിയാൽ മാത്രമേ നമുക്ക് മെഡിക്കൽ മേഖലയിലേക്ക് കടക്കുവാൻ സാധിക്കുന്ന ഏക പരീക്ഷയാണ് ഇത്. ഇതിലൂടെ എവിടെയെല്ലാം പഠിക്കാം. MBBS പഠിക്കാം, BDS പഠിക്കാം, ആയുർവേദം പഠിക്കാം, സിദ്ധ പഠിക്കാം, യുനാനി പഠിക്കാം, ഹോമിയോ പഠിക്കാം. അതുപോലെ തന്നെ 15% വെറ്റിനറി സയൻസ് പഠിക്കാം. ഇനി വിദേശത്തേക്ക് പോകുകയാണെങ്കിൽ നീറ്റ് വേണം. ആ നീറ്റ് പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ 3 വർഷത്തിനുള്ളിൽ നമുക്ക് വിദേശത്തേക്ക് പോകാം. പക്ഷെ ഇന്ത്യയിൽ ആ നീറ്റ് പരീക്ഷ 1 വർഷത്തെ വാലിഡിറ്റി ഉള്ളൂ. അതുപോലെ തന്നെ നീറ്റ് പരീക്ഷയിലൂടെയാണ് ജിപ്മർ, പുതുച്ചേരിയിലുള്ള ജിപ്മർ എന്ന സ്ഥാപനത്തിലെ BSc നഴ്സിംഗ്, BSc അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സിലേക്കുള്ള വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത്.
അതുപോലെ കഴിഞ്ഞ വർഷം BSc നഴ്സിംഗിന് വേണ്ടി 8 കേന്ദ്ര സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തി. ഈ വർഷം മുതൽ BSc മിലിറ്ററി നഴ്സിംഗിന് കൂടി നീറ്റ് പരീക്ഷ അടിസ്ഥാനമാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ 4 വർഷത്തെ BS പ്രോഗ്രാം പഠിക്കുന്നതിനു വേണ്ടി നീറ്റ് ആവശ്യമാണ്. മറ്റൊന്നൊരു സ്കോളർഷിപ്പാണ്, സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ. ഭാവിയിൽ നിങ്ങൾ ബേസിക് നാച്ചുറൽ സയൻസ് വിഷയങ്ങളിലെ ബിരുദ പ്രോഗ്രാമിൽ ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതിന് വേണ്ടി നീറ്റിന് 10,000-നുള്ളിൽ റാങ്ക് ഉള്ളവർക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കും. ഈ പരീക്ഷ നിങ്ങൾക്ക് അറിയാം, പരീക്ഷയ്ക്ക് നമ്മൾ അപേക്ഷിക്കണമെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി ഇംഗ്ലീഷ് പാസ്സായിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജിക്ക് മൊത്തത്തിൽ 50% മാർക്ക് വേണം. അത് നേരെ OBCക്ക് ആണെങ്കിൽ 40% മതി, പട്ടികജാതിക്കാർക്കാണെങ്കിൽ 40, പട്ടികവർഗക്കാർക്കാണെങ്കിൽ 40% മാർക്കുകൾ മതി. പരീക്ഷ നമുക്കറിയാം ജൂലൈ മാസമാണ് നടക്കുന്നത്. മാറ്റമൊന്നുമില്ലെങ്കിൽ ജൂലൈ 17-ാം തീയതി തന്നെ ഈ പരീക്ഷ നടക്കും. പരീക്ഷയ്ക്ക് ഈ വർഷം 3 മണിക്കൂർ 20 മിനിറ്റ് തന്നിട്ടുണ്ട്. അതിന്റെ നീറ്റ് എക്സാം പാറ്റേൺ ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി വിഷയങ്ങളിൽ നിന്ന് ഓരോ വിഷയത്തിനും സെക്ഷൻ A, സെക്ഷൻ B അതുപോലെ തരംതിരിച്ചിട്ടുണ്ട്. സെക്ഷൻ Aയിൽ 35 ചോദ്യങ്ങൾ, സെക്ഷൻ Bയിൽ 15 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ 10 അറ്റംപ്റ്റ് ചെയ്താൽ മതി. 720-ലാണ് മാർക്ക്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. 3 മണിക്കൂർ 20 മിനിറ്റ് ആണ്. 1.5 മണിക്ക് തന്നെ നമ്മൾ അവിടെ എക്സാമിനേഷൻ സെന്ററിൽ ചെല്ലണം. അതിന്റെ ഡ്രസ് കോഡ് കാര്യങ്ങളൊക്കെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം വായിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഈ നീറ്റ് പരീക്ഷ നമുക്ക് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ മൊബൈലില് നാഷണൽ ടെസ്റ്റ് അഭ്യാസ്, ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് എഴുതി ഒരു പ്രാക്ടീസ് ഒക്കെ നടത്താം. നാഷണൽ ടെസ്റ്റ് അഭ്യാസ് എന്നാണ്. എഞ്ചിനീയറിംഗിന്റെ പരീക്ഷയുണ്ട്, അതുപോലെ തന്നെ മെഡിസിന്റെ ഈ പരീക്ഷയുണ്ട്. അപ്പോൾ അതൊന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഒന്ന് പരിശീലിക്കാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ നീറ്റ് പരീക്ഷ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ 15th പെർസെന്റേജിൽ വരണം എന്നുള്ള കാര്യമാണ്. 15th പെർസെന്റേജ്, 50% മാർക്കല്ല വേണ്ടത്, 15th പെർസെന്റേജിൽ വരണം എന്നുള്ള കാര്യമാണ്. അപ്പൊ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ചിത്രമാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പൊ ഒരു 15 ലക്ഷം പേരാണ് ഈ പരീക്ഷ എഴുതുന്നതെങ്കിൽ 15th പെർസെന്റേജ് എന്ന് പറയുന്നത് 7.5 ലക്ഷമാണ്. അപ്പൊ ആ 7.5 ലക്ഷത്തിൽ വരുന്ന ജനറൽ വിഭാഗത്തിലും അതുപോലെ തന്നെ ജനറൽ EWS കോട്ടയിലും വരുന്നവര് ഈ പരീക്ഷ ക്വാളിഫൈ ചെയ്തു. അഡ്മിഷൻ ലഭിക്കില്ല, ക്വാളിഫൈ ചെയ്തു. വീണ്ടും താഴേക്ക് വരുമ്പോൾ 45th പെർസെന്റേജ്, അവിടെ 15 ലക്ഷം പേര് എഴുതുകയാണെങ്കിൽ ആ 6.25 ലക്ഷം വരുന്നവരെല്ലാം ക്വാളിഫൈ ചെയ്തു. വീണ്ടും താഴേക്ക് വരുമ്പോൾ 14th പെർസെന്റേജില്, ഇതാണ് അതിന്റെ ഒരു പെർസെന്റേജ്. അല്ലാതെ 50% മാർക്കല്ല ക്വാളിഫൈ ചെയ്യാൻ വേണ്ടത്. 15th പെർസെന്റേജ്, 45th പെർസെന്റേജ്, 14th പെർസെന്റേജ്. വീണ്ടും ഓരോ വർഷത്തെയും പെർസെന്റേജ് ഞാനൊന്ന് ഇവിടെ കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. 2017-ലാണെങ്കിൽ 131 മാർക്ക് കിട്ടിയവരാണ് ജനറൽ വിഭാഗത്തിൽ ക്വാളിഫൈ ചെയ്തത്, 131. 2018-ലാണെങ്കിൽ 119 മാർക്ക് കിട്ടിയവര്, 2019-ലാണെങ്കിൽ 134 മാർക്ക് കിട്ടിയവര്, 2020-ലാണെങ്കിൽ 147 മാർക്ക് കിട്ടിയ ജനറൽ വിഭാഗം. കഴിഞ്ഞ വർഷമാണെങ്കിൽ 138 മാർക്ക് വരെ ലഭിച്ചവരെല്ലാം, 720-ല് 138 മാർക്ക് വരെ ലഭിച്ചവരെല്ലാം ഈ പരീക്ഷ ക്വാളിഫൈ ചെയ്തു. OBC വിഭാഗത്തിലാണെങ്കിൽ 14th പെർസെന്റേജ്, അതായത് 107 മാർക്ക് കിട്ടിയവര്. ദെൻ അൺറിസർവ്ഡ് EWS കോട്ട, അവിടെയാണെങ്കിൽ 45th പെർസെന്റേജിൽ 118 മാർക്ക് കിട്ടിയവരൊക്കെ ഇത് ക്വാളിഫൈ ചെയ്തു എന്നുള്ള കാര്യം. ദെൻ അതുപോലെ തന്നെ ഇതാണ് അതിന്റെ ഒരു സ്കോർ ഷീറ്റ് നമുക്ക് ലഭിക്കുന്നത്. പരീക്ഷ എഴുതി നമ്മുടെ ഒരു സ്കോർ കാർഡാണ് കിട്ടുന്നത്. ഇനി ഈ പരീക്ഷയെല്ലാം നമ്മൾ എഴുതി, നമ്മുടെ മക്കളൊക്കെ രാത്രിയും പകലൊക്കെ ഇരുന്ന് പഠിച്ചു. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിന്റെ അലോട്ട്മെന്റ് പ്രോസസ്. കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ
ഒരു അലോട്ട്മെന്റിൽ നമുക്ക് പങ്കെടുക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അലോട്ട്മെന്റ് നടത്തുന്ന സംവിധാനമാണ് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി. അവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, അതിന്റെ സൈറ്റ് അഡ്രസ് എഴുതിയെടുക്കുക, www.mcc.nic.in. ഇതിലൂടെയാണ് നമ്മുടെ കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ ഗവൺമെന്റ് കോളേജുകളിലെയും, എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെയും, എല്ലാ ഡെന്റൽ കോളേജുകളിലെയും 15% ഓൾ ഇന്ത്യ കോട്ട എന്ന് പറയും. 15% ഓൾ ഇന്ത്യ കോട്ട നികത്തുന്നത്. അതുപോലെ തന്നെ MBBS എയിംസ് സ്ഥാപനങ്ങളിൽ 20 എയിംസ് സ്ഥാപനങ്ങളുണ്ട്. ജിപ്മാർ പുതുച്ചേരി ആൻഡ് കാരക്കൽ, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ട്. ഇനി ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പൂനെയിലെ അതിന്റെ രജിസ്ട്രേഷൻ പാർട്ട് ഈ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയിലൂടെയാണ് അലോട്ട്മെന്റ് നടത്തുന്നത്. അതുപോലെ തന്നെ ESA കോളേജസ് അണ്ടർ ESA കോർപ്പറേഷൻ, അതിന്റെ കീഴിലുള്ള കോളേജിലെ അലോട്ട്മെന്റ്. അതുപോലെ തന്നെ BSc നഴ്സിംഗിന്റെയും അലോട്ട്മെന്റ് നടത്തുന്നത് ഈ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയിലൂടെയാണ്. ഓൾ ഇന്ത്യ എയിംസ് സ്ഥാപനങ്ങൾ 20 എണ്ണമാണ്. ജിപ്മർ, MBBS പുതുച്ചേരി ആൻഡ് കാരക്കൽ. അതുപോലെ തന്നെ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പൂനെ, ഇവിടുത്തെ അഡ്മിഷൻ പ്രോസസ്സ് നടത്തുന്നതും ഈ MCC മുഖേനയാണ്. ഇനി ഡീംഡ് യൂണിവേഴ്സിറ്റി. ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചിയിലുള്ള അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഇതൊരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. ഇതുപോലെ നമുക്ക് ഇന്ത്യയിൽ 42ഓളം ഡീംഡ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. അവിടുത്തെ ഓരോ വർഷത്തെ ഫീസുകളൊക്കെ കൂടുതലാണ്. ഒരു വർഷം പഠിക്കണമെങ്കിൽ 11,15,750 മുതൽ ഒരു വർഷം 25,75,000 രൂപ വരെയൊക്കെ വേണം. അമൃതയിലെ ഫീസൊക്കെ വളരെ കൂടുതലാണ്. അവിടെ 18 ലക്ഷമായിരുന്നു. പക്ഷെ റാങ്ക് വളരെ കുറവുള്ളവര് ഇത്തരത്തിലുള്ള MBBSന് വീട്ടിലൊക്കെ പണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോയി പഠിക്കുവാനൊക്കെ പറ്റും. ഇനി അതുപോലെ തന്നെ മറ്റൊരു കൗൺസിലിംഗ് ആണ് ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോ. ഇതിന്റെ എല്ലാം 15% സീറ്റുകൾ ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ, ഡീംഡ് യൂണിവേഴ്സിറ്റിയിലുള്ള അലോട്ട്മെന്റ് ഒക്കെ നടത്തുന്നത് ആയുഷ് കൗൺസിലിംഗ്, ആയുഷ് സെൻട്രൽ കൗൺസിലിംഗ് കമ്മിറ്റിയിലൂടെയാണ് അലോട്ട്മെന്റ് പ്രോസസ് ഒക്കെ. അപ്പൊ നീറ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അതോടുകൂടി ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അലോട്ട്മെന്റ് ഒക്കെ നടത്തുന്നത് ഇതുപോലുള്ള സൈറ്റുകളിലൂടെയാണ്. വെറ്റിനറിയുടെ 15% സീറ്റുകൾ നികത്തുന്നത് വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയിലൂടെയാണ്, VCI എന്ന് പറയും. ഇനി കേരളത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ നീറ്റ് പരീക്ഷ അടിസ്ഥാനമാക്കിയാണ് കേരളത്തിൽ MBBS, BDS, ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി, അതുപോലെ BSc അഗ്രികൾച്ചർ, വെറ്റിനറി, BSc ഫിഷറി സയൻസ്, ഫോറസ്റ്ററി, പുതുതായിട്ട് വന്നിട്ടുള്ള BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്, BTech ബയോടെക്നോളജി. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ബയോടെക്നോളജി മാത്രമാണ് നീറ്റിലൂടെ നികത്തുന്നത്. അപ്പൊ ഇതുപോലെയുള്ള 13 കോഴ്സുകൾ നമ്മൾ കേരളത്തിൽ പഠിക്കണമെങ്കിൽ ഈ നീറ്റ് പരീക്ഷ തന്നെ നമ്മൾ എഴുതണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കീം എന്ന പരീക്ഷയ്ക്കൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ പരീക്ഷ നടത്തുന്നത് എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, MBBS, BDS, ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, വെറ്റിനറി, ഫിഷറീസ്, ഫാർമസി. ഇത്രയും കോഴ്സിലേക്ക് വേണ്ടിയുള്ള അഡ്മിഷൻ പ്രോസസ്സാണ് ഇതിലൂടെ നടത്തുന്നത്. കീം എന്ന പരീക്ഷ നടത്തുന്നത് ആ 2 വിഷയങ്ങൾ, ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന 2 വിഷയങ്ങൾക്ക് മാത്രമാണ്. 1 ഫോർ എഞ്ചിനീയറിംഗ്, മറ്റൊന്ന് ഫാർമസിക്ക് വേണ്ടി മാത്രമാണ് ഈ പരീക്ഷ നടത്തുന്നത്. എഞ്ചിനീയറിംഗിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അലൈഡ് കോഴ്സസ്, മെഡിക്കൽ അലൈഡ് കോഴ്സസ് എന്ന് പറഞ്ഞാൽ അതിൽ ഉൾപ്പെടുന്നതാണ് അഗ്രികൾച്ചർ, വെറ്റിനറി, ഫോറസ്ട്രി, ഫിഷറീസ്, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്, ബയോടെക്നോളജി. അപ്പൊ ഇതിന് നമുക്ക് ക്വാളിഫൈ ആണെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞ 50% ഒന്നും വേണ്ട, 720 ഒരു 20 മാർക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ക്വാളിഫൈഡ് ആവും. പക്ഷെ ക്വാളിഫൈ ആവുമെന്ന് മാത്രമേ ഉള്ളൂ. അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ. ഏറ്റവും കൂടുതൽ റാങ്ക് ഉള്ളവർക്ക് കിട്ടും. ക്വാളിഫൈ ആണെങ്കിൽ ഒരു 20 മാർക്ക് കിട്ടിയാൽ നമുക്ക് ക്വാളിഫൈ ആവാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം, നമ്മൾ നീറ്റിന്റെ റിസൾട്ട് വന്നു. യഥാസമയം തന്നെ നമ്മൾ കമ്മീഷണർ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ, കേരളത്തിലുള്ള കമ്മീഷണർ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ പറയുമ്പോൾ നീറ്റിന്റെ മാർക്കുകളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം.
കഴിഞ്ഞ വർഷം തന്നെ പലരും മറന്നുപോയി. പത്രം വായിക്കാത്തത് കൊണ്ടാണോ അതോ അറിയാത്തത് കൊണ്ടാണോ നീറ്റ് മാർക്കൊക്കെ നമ്മുടെ കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി അത് ഓൺലൈൻ ഫെസിലിറ്റിയുടെ സബ്മിഷൻ നടത്താൻ പറഞ്ഞിട്ടൊക്കെ പലരൊക്കെ മറന്നുപോയി. ഈ കാര്യം ആരും മറന്നു പോകരുത്. ഇതുപോലെയാണ് നമ്മുടെ കേരളത്തിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പൊ നീറ്റ് മാർക്ക് അടിസ്ഥാനപ്പെടുത്തി നമുക്ക് നീറ്റിന്റെ റാങ്ക് വരും, അതുപോലെ സ്റ്റേറ്റ് റാങ്ക് വരും. സ്റ്റേറ്റ് റാങ്ക് ഒക്കെ വരുമ്പോൾ നമ്മുടെ കാറ്റഗറി റാങ്കുകൾ അതുപോലെ മൈനോറിറ്റിയിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കിയിരിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും മറന്നു പോകരുത്. കേരളത്തിലെ റാങ്ക് ഒക്കെ വന്നാൽ പിന്നെ അതിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സുകളൊക്കെ ആരംഭിക്കും. സമയാസമയങ്ങളിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒക്കെ നീറ്റ് റാങ്കിലും അതുപോലെ തന്നെ കേരളത്തിന്റെ റാങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നോട് ബന്ധപ്പെടുവാണെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. ആ കാര്യം മറന്നു പോകരുത്. ഇനി മറ്റൊരു പരീക്ഷയാണ് നിങ്ങൾ കേട്ടിരിക്കും, ഐക്കാർ എന്നുള്ള ഒരു പരീക്ഷ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് നടത്തുന്ന ഐക്കാർ എന്നുള്ള ഈ പരീക്ഷയിലൂടെയാണ് ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാം. ഞാൻ നമ്പർ എല്ലാം തരാം, നിങ്ങൾ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം. ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാം ഇൻ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സയൻസസ് 100% സീറ്റുകൾ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കർണാൽ, റാണി ലക്ഷ്മിബായ് സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മുടെ കേരളത്തിലെ മണ്ണുത്തിയിലുള്ള സർവകലാശാലയിലെ 15% സീറ്റുകളൊക്കെ ഈ പരീക്ഷയിലൂടെയാണ്. ഇതുപോലെയുള്ള ഈ പരീക്ഷയിലൂടെയാണ് BSc അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫിഷറീസ് സയൻസ്, ഫോറസ്ട്രി, BSc കമ്മ്യൂണിറ്റി സയൻസ്, ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ്, BSc സെറികൾച്ചർ, ബയോടെക്നോളജി, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ബിടെക് ഡയറി ടെക്നോളജി, ബിടെക് ഫുഡ് ടെക്നോളജി സീറ്റുകളൊക്കെ നമുക്ക് പഠിക്കാൻ ലഭിക്കുന്നതിന് എഴുതാവുന്ന ഒരു പരീക്ഷയാണ് ഐക്കാർ. ഈ ഐക്കാർ പരീക്ഷയുടെ നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ BSc അഗ്രികൾച്ചർ, BSc ഫോറസ്ട്രി, ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ വെറ്റനറിയിലെ ബിടെക് ഡയറി ടെക്നോളജി, കുഫോസിലെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിന്റെ ബാച്ചലർ ഓഫ് ഫിഷറീസ് സയൻസ് ഇവിടുത്തെ 15% സീറ്റുകൾ നികത്തുന്നത് ഐക്കാർ എന്ന പരീക്ഷയിലൂടെ. 85% സീറ്റുകൾ നികത്തുന്ന പരീക്ഷ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു, അത് നീറ്റ് എന്നുള്ള പരീക്ഷയാണ്. ഇനി ഈ നീറ്റ് പരീക്ഷയൊക്കെ എഴുതിയിട്ടുള്ളവര് ഈ സൈറ്റ് അഡ്രസ് ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കണം. ഇതിലൂടെയൊക്കെ ഈ സൈറ്റ് അഡ്രസ്സിലാണ് എപ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ളത്. 15% ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളൊക്കെ നികത്തുന്നത് www.mcc.nic.in, ആയുഷ് കോഴ്സുകൾ നികത്തുന്നത് www.aacc.gov.in, കേരളമാണെങ്കിൽ അറിയാലോ www.ce.kerala.gov.in, ഓൾ ഇന്ത്യ വെറ്റിനറി ആണെങ്കിൽ vci.admission.nic.in, ഐക്കാർ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ കേരളത്തിന് പുറത്തുള്ള കർണാടകയിലും തമിഴ്നാട്ടിലുമെല്ലാം ഉള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, 29 കോളേജുകളാണ് കർണാടകയില് സെൽഫ് ഫിനാൻസിങ് കോളേജുകളായിട്ടുള്ളത്. അവിടുത്തെ ഗവൺമെന്റ് കോളേജുകളിലൊന്നും നമുക്ക് അഡ്മിഷൻ ലഭിക്കില്ല. അവിടുത്തെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ 29 കോളേജില് 15% സീറ്റുകളിലേക്ക് നമുക്ക് അഡ്മിഷൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അതിന്റെ സൈറ്റ് അഡ്രസ് ഉണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള 15 കോളേജുകളിലെ 15% സീറ്റുകളിലേക്കൊക്കെ നമുക്ക് ശ്രമിക്കാം. അവിടെ ഫീസ് ഇത്തിരി കൂടുതലാണ് കേട്ടോ. അപ്പൊ അവിടെയെല്ലാം ആ കോളേജുകളിലേക്ക് അല്ല നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്, ആ സ്റ്റേറ്റ് ഏജൻസിയിലേക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ബിഫാം ബാച്ചിലർ ഓഫ് ഫാർമസി നമുക്ക് പഠിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കീമിന്റെ ഫസ്റ്റ് പേപ്പറാണ് നമുക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടി എഴുതേണ്ടത്. ഫിസിക്സ് കെമിസ്ട്രി എഴുതിയാൽ മതി, മാത്തമാറ്റിക്സ് എഴുതേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് പഠിക്കുന്നതിന് വേണ്ടി ബിഫാം പഠിക്കണമെങ്കിൽ അതിന്റെ വിദ്യാഭ്യാസ യോഗ്യത ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ബയോളജി പഠിച്ചാൽ മതിയാവുന്നതാണ്. ഇനി ബിഫാം നമുക്ക് പ്രൈവറ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ആ സൈറ്റ് അഡ്രസ് എഴുതിയെടുക്കുക. കേരള സ്റ്റേറ്റ് സെൽഫ് ഫിനാൻസിങ് ഫാർമസി കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ, ഇവരെ നമുക്ക് അവരുടെ പ്രൈവറ്റ് ആയിട്ട് അനവധി കോളേജുകളുണ്ട്, അവിടെ നമുക്ക് ഈ ബിഫാം കോഴ്സ് പഠിക്കാൻ സാധിക്കും. ഇനി എന്റെ അടുത്ത സ്ലൈഡിൽ ഞാൻ വച്ചിരിക്കുന്നത് BSc നഴ്സിംഗ് പോലെയുള്ള കോഴ്സുകളാണ്. അത് നമുക്കൊന്ന് നോക്കാം. പാരാമെഡിക്കൽ കോഴ്സസ്, അതില് മൊത്തത്തിൽ നമുക്കൊന്ന് അറിയാം. നിങ്ങൾക്ക് അറിയാം, ആരോഗ്യ മേഖലയിൽ ഏറ്റവും അധികം തൊഴിലുകൾ ഉള്ളതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഈ മേഖലയിലാണ്. കേരള നേഴ്സുമാർക്കാണെങ്കിൽ ആഗോളതലത്തിൽ നല്ല പ്രാധാന്യമുണ്ട്. അതുര സേവന രംഗത്തിന്റെ കാരുണ്യത്തിന്റെ മുഖമാണ് നേഴ്സിംഗ്. നവജാത ശിശുവിന്റെ കണ്ണു തുറപ്പിക്കുന്നതും അവസാനം നമ്മുടെ കണ്ണ് തിരുമി അടപ്പിക്കുന്നതുമെല്ലാം നേഴ്സുമാരാണ്.
അപ്പൊ ഇങ്ങനെയാണ് ഈ നേഴ്സിംഗ് പഠനം പോകുന്നത്. നേഴ്സിംഗ് പഠനത്തിന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആദ്യമേ തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, കേരളത്തിൽ നമുക്കൊരു ജോലി കിട്ടണമെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിരിക്കണം. ഇനി കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഒക്കെ പഠിക്കണവരെയൊക്കെ കേരളത്തിന് പുറത്തൊക്കെ കർണാടകയിലൊക്കെ നേഴ്സിംഗ് പഠിപ്പിക്കുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതെല്ലാം പഠിച്ച് കേരളത്തിൽ വന്നാൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് ഒരു ജോലി ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം. അപ്പൊ സയൻസ് ഗ്രൂപ്പ് എടുത്ത ഒരാൾക്ക് ANM പഠിക്കാം, ദെൻ GNM പഠിക്കാം. GNM പഠിച്ചു കഴിഞ്ഞിട്ട് BSc നേഴ്സിംഗ് പഠിക്കാം, BSc നേഴ്സിംഗ് പോസ്റ്റ് ബേസിക്. അല്ലെങ്കിൽ നേഴ്സിംഗ് കഴിഞ്ഞിട്ട് നേരിട്ട് തന്നെ BSc നേഴ്സിംഗിന് പോവാം, BSc നേഴ്സിംഗ് കഴിഞ്ഞിട്ട് MSc നേഴ്സിംഗിന് പോകാം, ദെൻ MPhilന് പോവാം, ദെൻ അതുപോലെ PhDക്ക് പോകാം. ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ കേരളത്തിൽ ഇതുപോലുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾക്കെല്ലാം അതുപോലെ ഡിപ്ലോമ കോഴ്സുകൾക്കെല്ലാം അഡ്മിഷൻ നടത്തുന്നത് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. വേറെ യാതൊരു പരീക്ഷകളൊന്നുമില്ല. അപ്പൊ മാർക്ക് കുറവായിരിക്കും. ചിലപ്പോൾ എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ മകനെ അവനെ നേഴ്സിംഗിന് തന്നെ വിടണം എന്ന് താല്പര്യമുള്ളവരൊക്കെ കേരളത്തിൽ പുറത്തൊക്കെ പല സ്ഥാപനങ്ങളിലൊക്കെ നേഴ്സിംഗ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിന് പുറത്തൊരു സ്ഥാപനം നമ്മൾ തപ്പിപ്പോകുമ്പോൾ അവിടെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമുണ്ടോ? ഈ സൈറ്റ് അഡ്രസ് എഴുതിയെടുക്കുക, www.indiannursingcouncil.org. ഈ സൈറ്റ് അഡ്രസ്സിൽ പോയാൽ നമ്മൾ കേരളത്തിന് പുറത്തൊരു സ്ഥാപനത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അവർക്ക് അംഗീകാരമുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി കേരളത്തിലാണെങ്കിൽ നമുക്ക് കേരള നഴ്സസ് ആൻഡ് മിഡ്വൈസ് കൗൺസിൽ ഉണ്ട്, കേരള നഴ്സസ് ആൻഡ് മിഡ്വൈസ് കൗൺസിൽ. അപ്പൊ കേരളത്തിൽ മാത്രമാണ് നമ്മുടെ പഠിക്കാൻ പോകുന്ന സ്ഥാപനത്തിന് രജിസ്ട്രേഷൻ ഉള്ളൂ എങ്കിൽ കേരളത്തിൽ മാത്രമാണ് ജോലി ചെയ്യാൻ പറ്റുള്ളൂ, കേരളത്തിന് പുറത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമുണ്ടോ? അതുപോലെ തന്നെ കേരളത്തിന് പുറത്താണ് നമ്മൾ നേഴ്സിംഗ് പഠിക്കാൻ പോകുന്നതെങ്കിൽ അവിടെ പല വിധത്തിലുള്ള ഫീസ് നിരക്കാം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കേരളത്തിന് പുറത്താണ് പോകുന്നതെങ്കിൽ അവിടെ ആശുപത്രികള്, അവിടെയൊക്കെ ബെഡിന്റെ എണ്ണം അനുസരിച്ചാണ് ഫീസിന്റെ നിരക്കുകൾ. 50 ബെഡുള്ള ആശുപത്രി, 100 ബെഡുള്ള ആശുപത്രിയൊക്കെ ഉണ്ട്. ഒരു ബെഡും ഇല്ലാത്ത നേഴ്സിംഗ് കോളേജുകളും കേരളത്തിന് പുറത്തുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണെങ്കിൽ അവിടെ പഠിച്ചിറങ്ങിയ ഏതെങ്കിലും ഒരു പൂർവ്വ വിദ്യാർത്ഥിനെ നമുക്ക് പരിചയമുണ്ടെങ്കിൽ അവരുമായിട്ടൊന്ന് ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അവര് പല പല ഓഫറുകളൊക്കെ പറയും. അതെല്ലാം നമ്മൾ ഈ പൂർവ്വ വിദ്യാർത്ഥികളോടൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഇനി ഞാൻ BSc നേഴ്സിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, നീറ്റ് പരീക്ഷയിലൂടെ ഏതാനും സ്ഥാപനങ്ങള് ഈ വർഷം BSc നേഴ്സിംഗിലേക്ക് അഡ്മിഷൻ നടത്തിയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. BSc നേഴ്സിംഗിനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അവിടെ ബയോടെക്നോളജി പറ്റില്ല. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് പാസ്സായിരിക്കണം. 45% മാർക്ക് നമുക്ക് ഉണ്ടായിരിക്കണം. ഇതാണ് ഈ 8 സ്ഥാപനങ്ങള്. ആദ്യത്തെ ജിപ്മർ BSc നേഴ്സിംഗ് ആൻഡ് BSc അലൈഡ് ഹെൽത്ത് സയൻസ് പുതുശ്ശേരിയിലാണ്. അതുപോലെ തന്നെ അഹില്യബായ് കോളേജ് ഓഫ് നേഴ്സിംഗ്, ഫ്ലോറൻസ് നൈറ്റിംഗേൽ കോളേജ് ഓഫ് നേഴ്സിംഗ്, ഇതുപോലെ ഒരു 8 സ്ഥാപനങ്ങളാണ് നമുക്ക് നീറ്റിലൂടെ ഈ വർഷം അഡ്മിഷൻ പ്രോസസ്സ് നടത്തിയത്. മറ്റൊരു സ്ഥാപനമാണ് ജിപ്മർ ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച് പുതുച്ചേരിയിൽ. അവരുടെ BSc നേഴ്സിംഗ് കോഴ്സുകളും അതുപോലെ തന്നെ അലൈഡ് കോഴ്സസ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിലെ അഡ്മിഷൻസ് ഒക്കെ അവര് നീറ്റിനെ അടിസ്ഥാനമാക്കിയാണ് ഈ വർഷം കഴിഞ്ഞ വർഷം നടത്തിയത്. മറ്റൊരു സ്ഥാപനമാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, എയിംസ്. ഇവർക്ക് സ്വന്തമായിട്ടുള്ള പരീക്ഷയുണ്ട്. അതിലൂടെയാണ് ഇവര് നേഴ്സുമാര് തെരഞ്ഞെടുക്കുന്നത്. നീറ്റൊന്നും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ആ സംവിധാനത്തിലൂടെയല്ല, ഇവർക്ക് പ്രത്യേക രീതിയിൽ അവരുടേതായ പരീക്ഷയാണ്. ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ കോഴ്സസ് വിത്തൗട്ട് എൻട്രൻസ് ടെസ്റ്റ്, യാതൊരു വിധത്തിലുള്ള എൻട്രൻസ് പരീക്ഷകളും ഇല്ലാതെയാണ് ഈ തരത്തിലുള്ള കോഴ്സുകൾക്ക് 4 വർഷത്തേക്കുള്ള കോഴ്സുകളാണ് BSc നേഴ്സിംഗ്, BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, BSc മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി, പെർഫ്യൂഷൻ, ഒപ്റ്റോമെട്രി, ഫിസിയോതെറാപ്പി, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി, കാർഡിയോവാസ്കുലർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി. ഇതുപോലെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് www.lbscenter.kerala.gov.in. ഇതിന്റെ സൈറ്റ് അഡ്രസ് മാത്രം എഴുതിയെടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ സൈറ്റ് അഡ്രസ്സിൽ പോയിട്ട് കഴിഞ്ഞ വർഷത്തെ പ്രോസ്പെക്ടസ് ഒന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിന്റെ പ്രോസ്പെക്ടസ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് എവിടെയെല്ലാം സ്ഥാപനങ്ങളുണ്ട്, നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ ഏതെല്ലാം സ്ഥാപനങ്ങളുണ്ട്, ആ സ്ഥാപനങ്ങളിലെ ഫീസ് നിരക്കുകൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. എത്ര രൂപ വേണം BSc നേഴ്സിംഗ് പഠിക്കാൻ? അപ്പൊ ഓരോ സ്ഥാപനത്തിനും പ്രത്യേകമാണ് ഫീസ് നിരക്ക്.
ആ സ്ഥാപനത്തിന്റെ ഫീസ് നിരക്ക് എന്താണെന്ന് നിങ്ങൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കണം. ഇനി ആർക്കെങ്കിലും ഇത് ഡൗൺലോഡ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ജില്ലാ കോർഡിനേറ്റർക്കോ ഞാൻ ഇതിന്റെ PDF അയച്ചു കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങി ഒന്ന് വായിച്ചു നോക്കണം. അല്ലാതെ ഇത് ഈ പടം മാത്രം കണ്ടിട്ട് കാര്യമില്ല എന്നുള്ള കാര്യമാണ്. ഇനി ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ആണ് ഇതിനെ അപേക്ഷിക്കാൻ വേണ്ടി. 50% മാർക്കൊക്കെ മതി. പക്ഷെ ഈ മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അപേക്ഷിക്കാവുന്ന മാത്രമേ ഉള്ളൂ. ഏറ്റവും ടോപ്പിലുള്ളവരെയാണ് അവരെ എടുക്കുകയുള്ളൂ. നമ്മുടെ ഒപ്പം +2കാരും കൂടി യുദ്ധം ചെയ്യാൻ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൂടെ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഇനി ഇപ്പൊ ഞാൻ ഗവൺമെന്റ് പഠിക്കുന്ന കാര്യം പറഞ്ഞു. ഇനി പ്രൈവറ്റിലാണെങ്കിൽ പ്രൈവറ്റില് അംഗീകാരമുള്ള കോഴ്സുകൾ കേരളത്തിൽ അതിന്റെ അപേക്ഷ ക്ഷണിക്കുന്നത് 2 സംവിധാനങ്ങളിലൂടെയാണ്. ഒന്ന് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഓഫ് കേരള, അതിന്റെ സൈറ്റ് അഡ്രസ് എഴുതിയെടുക്കണം. പിന്നെ അടുത്തത് അസോസിയേഷൻ ഓഫ് ദി മാനേജ്മെന്റ് ഓഫ് ക്രിസ്ത്യൻ സെൽഫ് ഫിനാൻസിങ് നഴ്സിംഗ് കോളേജസ് ഓഫ് കേരള, അതിന്റെ സൈറ്റ് അഡ്രസ് എഴുതിയെടുക്കണം. ഈ സ്ഥാപനങ്ങളിലെ എല്ലാം 50% സീറ്റുകൾ ഞാൻ ആദ്യം പറഞ്ഞ LBSലൂടെയാണ് നികത്തുന്നത്. 50% ആണ് നമുക്ക് മാനേജ്മെന്റ് കോട്ട. അതും കഴിഞ്ഞ വർഷത്തെ പ്രോസ്പെക്ടസ് എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും അവിടെ എത്ര സീറ്റ് ഉണ്ട്, എത്ര സീറ്റാണ് കേരളത്തിന്റെ സംവിധാനം LBSലൂടെ നികത്തുന്നത്, എത്ര സീറ്റുകളാണ് ഇവർ നേരിട്ട് നികത്തുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവും. ഇനി മറ്റൊരു നഴ്സിംഗ് പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. ഇവിടെ പാലക്കാട്, കാസർഗോഡ്, എറണാകുളത്ത് നമുക്കൊരു സ്ഥാപനമുണ്ട്, തിരുവനന്തപുരത്ത്. അതിന്റെ സൈറ്റ് അഡ്രസ് താഴെയുണ്ട്, അത് എഴുതിയെടുക്കണം. ഇതിന്റെ 50% സീറ്റുകൾ ഗവൺമെന്റിലൂടെ അതായത് LBSലൂടെ നികത്തുന്നു. 50% സീറ്റുകൾ ഇവര് നേരിട്ട് നികത്തുന്നു. അപ്പൊ ഇതിന്റെ ഈ സൈറ്റ് അഡ്രസ്സിൽ പോയിട്ട് നാളെ ഇതിന്റെ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് വായിച്ചു നോക്കണം. പ്രോസ്പെക്ടസ് ഉണ്ട്, അതിന്റെ ഫീസ് നിരക്കുകളുണ്ട്, ഇതെല്ലാം നമ്മൾ ഒന്ന് വായിച്ച് നോക്കണം. ഇനി മറ്റൊരു സംവിധാനമാണ് സെന്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, സിപ്പാസ് എന്ന് പറയും. ഇവർക്കും അനവധി കോളേജുകളിലുണ്ട്. BSc നഴ്സിംഗ്, BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ഫിസിയോതെറാപ്പി, മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി, പോസ്റ്റ് ബേസിക് BSc ഡിഗ്രി നഴ്സിംഗ്, ഇതുപോലുള്ള കോഴ്സുകൾ നടത്തുന്നു. താഴെ സൈറ്റ് അഡ്രസ് ഉണ്ട്, എഴുതിയെടുക്കുക. ഇവരുടെ പ്രോസ്പെക്ടസും കൂടി ഒന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ ഇതുപോലെ അനവധി സ്ഥാപനങ്ങൾ നമുക്ക് കേരളത്തിൽ പഠിക്കാം. ഇതൊന്നും നമ്മൾ അറിയില്ല. നമ്മൾ കിട്ടിയ ട്രെയിനിൽ കയറി കർണാടകയിലേക്ക് വിടും. അതാണ് ഇവിടുത്തെ കുഴപ്പം. വീണ്ടും ഈ ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ഉണ്ട്. അത് കേൾവി പരിമിതിയുള്ളവരെ പരിശീലിപ്പിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. ഇത് മൈസൂരിലാണ് ഉള്ളത്. ഈ സ്ഥാപനത്തിൽ നമുക്ക് ഈ അവിടെ പഠിപ്പിക്കുന്ന ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി നമുക്ക് പഠിക്കാവുന്നതാണ്. അത് ആർക്കൊക്കെ പഠിക്കാമെന്ന് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇലക്ട്രോണിക്സ്, സൈക്കോളജി ഒക്കെ പഠിക്കുന്നവർക്ക് ഇതിനെ അപേക്ഷിക്കാം. ഇതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 31 അടുത്ത മാസം. ഈ സൈറ്റ് അഡ്രസ്സിൽ പോയിട്ട് നമുക്ക് ഈ കോഴ്സ് വേണമെങ്കിൽ പഠിക്കാം. അതുപോലെ തന്നെ അമൃതയിലും ഈ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. അമൃതയിലും ഡീംഡ് യൂണിവേഴ്സിറ്റി ആണെന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു തന്നായിരുന്നു. അവിടെ നമുക്ക് ഇത് കോഴ്സ് പഠിക്കാൻ സാധിക്കും. ഇനി അടുത്തത് GNM-ത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ജനറൽ നേഴ്സ്, അതുപോലെ ഓക്സിലറി നേഴ്സ്, മിഡ് വൈഫ് നമുക്കൊന്ന് നോക്കാം. ഈ ANM പഠിക്കണമെങ്കിൽ അത് പെൺകുട്ടികൾക്കുള്ള ഒരു കോഴ്സാണ്. ഇനി +2 ഉള്ളവർക്ക് ഈ കോഴ്സിന് പഠിക്കാൻ സാധിക്കും. തിരുവനന്തപുരത്തും കോട്ടയത്തും പാലക്കാടും കാസർഗോഡും നമുക്ക് പഠിക്കാൻ സാധിക്കും. ANM കോഴ്സ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് എന്നും പറയാം. ഇതിന്റെ പ്രോസ്പെക്ടസ്, ഇതിന്റെ സൈറ്റ് അഡ്രസ് അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. www.dhs.kerala.gov.in ഈ സൈറ്റ് അഡ്രസ്സിൽ പോയിട്ട് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യുക, വായിച്ച് മനസ്സിലാക്കുക. അടുത്തത് 3 വർഷത്തെ GNM കോഴ്സ്. അതിന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് +2 ഓർ ഈസ് ഇക്വാലന്റ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച 40% മാർക്ക് മതി. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് പാസ് മാർക്ക് മതി. 3 വർഷമാണ് ഇതിന്റെ ഡ്യൂറേഷൻ. ഇതിന്റെ സൈറ്റ് അഡ്രസ് എഴുതിയെടുക്കുക. www.dhs.kerala.gov.in. ഈ സർക്കാർ സംവിധാനത്തിലൊക്കെ പഠിക്കണമെങ്കിൽ വളരെ ഫീസ് കുറഞ്ഞ നിരക്കില് അല്ലെങ്കിൽ സൗജന്യമായിട്ടൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പൊ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ GNM കോഴ്സിന് നമുക്ക് ചേരാൻ സാധിക്കും. GNM കോഴ്സിന് ഈ സൈറ്റ് അഡ്രസ്സിൽ നിന്ന് നമ്മുടെ അപേക്ഷാ ഫോറം ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതുപോലെ
ഓരോ ജില്ലയിലും നമ്മുടെ ജില്ലാ നേഴ്സിംഗ് കോളേജ് ഉണ്ട്. അപ്പൊ തിരുവനന്തപുരത്താണെങ്കിൽ ഗവൺമെന്റ് സ്കൂൾ ഓഫ് നേഴ്സിംഗ് തിരുവനന്തപുരം, ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് കൊല്ലത്തുണ്ട്. കൊല്ലം ആശ്രമം റോഡില് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് മാത്രമായിട്ടൊരു ഗവൺമെന്റ് സ്കൂളുണ്ട്. ആലപ്പുഴയുണ്ട്, പത്തനംതിട്ടയുണ്ട്, കോട്ടയത്തുണ്ട്, ഇടുക്കിയിലുണ്ട്, എറണാകുളം, തൃശ്ശൂർ, എല്ലാ ജില്ലകളിലും ഉണ്ട്. അതാത് ജില്ലകളിലാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. നമുക്ക് ഏതാണ് താല്പര്യം ആ ജില്ലയിൽ മാത്രമാണ് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വേണ്ടി മാത്രമുള്ള നേഴ്സിംഗ് അഡ്മിഷനെ കുറിച്ചാണ്. അതിനെ സൈറ്റ് അഡ്രസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് കോളേജ് ഓഫ് തിരുവനന്തപുരം, ഗവൺമെന്റ് കോളേജ് ഓഫ് നേഴ്സിംഗ് കോഴിക്കോട്, ഗവൺമെന്റ് കോളേജ് ഓഫ് നേഴ്സിംഗ് കോട്ടയം. ഇവിടെയെല്ലാം നമുക്ക് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഒരു ഫീസും കൊടുക്കാതെ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇവിടെ 20% സീറ്റുകൾ ആൺകുട്ടികൾക്ക് റിസർവ് ചെയ്തിട്ടുണ്ട്. സൈറ്റ് അഡ്രസ് എഴുതിയിടുക. പിന്നെ വളരെ പ്രശസ്തമായ ചില സ്ഥാപനങ്ങളാണ് നിംഹാൻസ് ബാംഗ്ലൂർ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ന്യൂറോ സയൻസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ചാണ്ഡിഗറിലാണ്. ഇപ്പോൾ അവര് പത്രങ്ങളിലൂടെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് നേഴ്സിംഗിന്. അപ്പോളോ ഹോസ്പിറ്റല് ചെന്നൈ, CMC വെല്ലൂർ, ഇതുപോലെ അനവധി വളരെ ഫേമസ് ആയ സ്ഥാപനങ്ങളിൽ നമുക്ക് നേഴ്സിംഗ് കോഴ്സ് പഠിക്കാൻ സാധിക്കും. ഞാൻ ഇതിനെ ആദ്യം പറഞ്ഞത് ഒന്നും കൂടി പറയാണ്, മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ. അപ്പൊ മാർക്ക് കുറഞ്ഞിട്ടുള്ളവരെല്ലാം മറ്റു സംസ്ഥാനങ്ങളിൽ അഡ്മിഷനായിട്ടൊക്കെ നമ്മൾ തിരക്കണം, അല്ലെങ്കിൽ അല്ലാതെ ഇവിടെ കിട്ടും എന്നും പറഞ്ഞ് ഇരിക്കരുത് കേട്ടോ. ഇനി ഈ GNM കഴിഞ്ഞിട്ട് നമുക്ക് ഈ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് പഠിക്കാൻ സാധിക്കും. പോസ്റ്റ് ബേസിക് അപ്പൊ ഏതാണ്ട് BSc നഴ്സിംഗിന്റെ തുല്യമാവും. +2 കഴിഞ്ഞ് GNM കഴിഞ്ഞിട്ടുള്ളവർക്കുള്ള ഒരു കോഴ്സാണ് പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്. ഇനി മിലിറ്ററി നഴ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. പെൺകുട്ടികൾക്ക് മാത്രമാണ്. ഈ വർഷം മുതൽ അതും നീറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരീക്ഷ. അപ്പോൾ നീറ്റിനെ അപേക്ഷിച്ച് അതിന്റെ സ്കോറൊക്കെ അനുസരിച്ചാണ് ഇതിന്റെ അഡ്മിഷൻ പ്രോസസ് ഒക്കെ നടത്തുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ താഴെ സൈറ്റ് അഡ്രസ് www.joinindianarmy.nic.in. അതിന്റെ പരീക്ഷകൾക്ക് നമ്മൾ തയ്യാറെടുക്കുക. ദെൻ അതുപോലെ തന്നെ ഈ BSc അവിടെ മിലിറ്ററി നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ഒരു ജോലിയിലേക്കാണ് കാലെടുത്ത് വെക്കുന്നത്. ഇത് പഠിക്കാൻ പൂനെയിൽ 40 സീറ്റുണ്ട്, കൽക്കട്ടയിൽ 30 സീറ്റ്, ബോംബെയിൽ 40 സീറ്റ്, ന്യൂഡൽഹിയിൽ 30 സീറ്റ്, ലക്നൌവിൽ 40 സീറ്റ്, ബാംഗ്ലൂരൊക്കെ 40 സീറ്റുകളൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ BSc നഴ്സിംഗ് ആൻഡ് B.Pharm ആയുർവേദം കണ്ണൂർ MVR മെഡിക്കൽ കോളേജിലാണ് ഈ കോഴ്സ് പഠിപ്പിക്കുന്നത്. ഇതിന്റെ അപേക്ഷ കാര്യങ്ങളൊക്കെ LBS സെന്റർ തന്നെയാണ് വിളിക്കുന്നത്. BSc നഴ്സിംഗ് B.Pharm ആയുർവേദം. ഇനി അതുപോലെ പാരാമെഡിക്കൽ കോഴ്സസ് ഉണ്ട്. അപ്പൊ നമ്മള് 4 വർഷത്തെ കോഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി 2 വർഷത്തെ കോഴ്സാണ് ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സസ്. അനവധി കോഴ്സുകളുണ്ട്. ഡിപ്ലോമ ഇൻ ഫാർമസി, ഹെൽത്ത് ഇൻസ്പെക്ടർ, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പി ടെക്നോളജി, റേഡിയോളജിക്കൽ ടെക്നോളജി, ഒഫ്താൽമിക് അസിസ്റ്റന്റ്, ഡെന്റൽ ഹൈജീനിസ്റ്റ്, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ, ഇതുപോലെ അനവധി കോഴ്സുകളുണ്ട്. അപ്പൊ ഈ കോഴ്സുകൾക്ക് ഈ കൊല്ലം വളരെ വൈകിയാണ് അപേക്ഷ ക്ഷണിച്ചത്. ഇതുവരെ അതിന്റെ അലോട്ട്മെന്റ് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ VHS റിസൾട്ട് വന്ന് ഇതിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് ഇരിക്കരുത്. മറ്റേതെങ്കിലും ഒരു കോഴ്സിനൊക്കെ നമ്മൾ അപേക്ഷിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനൊക്കെ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഒരു കൊല്ലം നഷ്ടപ്പെട്ടു പോകും. ഇതും LBS സെന്ററിലൂടെ തന്നെയാണ് ഇതിന്റെ അപേക്ഷ, മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതിന് നമുക്ക് ചെറിയൊരു റിസർവേഷൻ നമുക്ക് VHSC-കാർക്കൊക്കെ ഉണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, 5% സീറ്റ് VHSC മെഡിക്കൽ ലബോറട്ടറി പഠിച്ചിട്ടുള്ളവർക്ക്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിയിൽ 2% സീറ്റുകൾ, മെയിൻ്റനൻസ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് ബയോമെഡിക്കൽ 2% സീറ്റുകൾ, VHSC ECG. അപ്പൊ നമ്മുടെ ഇപ്പോൾ പേരുകളൊക്കെ മാറി, പക്ഷെ അവരുടെ പ്രോസ്പെക്ടസിൽ ഇങ്ങനെ തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് പ്രൈവറ്റിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. പ്രൈവറ്റിൽ പഠിപ്പിക്കുന്നതിന് സെൽഫ് ഫിനാൻസിൽ പാരാമെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ ആണ് ഇതിന്റെ അപേക്ഷാ കാര്യങ്ങളൊക്കെ ക്ഷണിക്കുന്നത്. www.spmaonline.in ഇതാണ് അതിന്റെ സൈറ്റ് അഡ്രസ്. അവിടെ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇനി വീണ്ടും FAMD എന്നുള്ള ഒരു കോഴ്സ് ഉണ്ട്. ഈ കോഴ്സ് കഴിഞ്ഞ വർഷം വരെ കേരളത്തില് സർക്കാരിൽ പഠിപ്പിക്കുന്നുണ്ടായില്ല. പക്ഷെ ഈ വർഷം അവര് ആരംഭിക്കാൻ പോകുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. 6 വർഷത്തെ ഒരു കോഴ്സാണ്. കഴിഞ്ഞ വർഷത്തെ വെച്ച് പറയുകയാണെങ്കിൽ കേരള സ്റ്റേറ്റ് സെൽഫ് ഫിനാൻസിങ് ഫാർമസി കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ആണ് ഇതിന്റെ അപേക്ഷാ കാര്യങ്ങളൊക്കെ ക്ഷണിച്ചത്. +2 കഴിഞ്ഞു പോകാം, D.Pharm കഴിഞ്ഞു പോകാം. ഇതിനെ പറ്റി നമ്മൾ പറയാനുള്ളത്, ഞാനിത് ഇതിനെ കുറിച്ചൊന്ന് പഠിച്ചപ്പോൾ കേരളത്തില് അത്രയും വലിയൊരു കരിയർ പ്രോസ്പെക്ടസ് ഈ
കോഴ്സിന് കുറവാണ്. വിദേശത്തൊക്കെ ഇതിന് നല്ല കരിയർ പ്രോസ്പെക്ടസ് ഉള്ള ഒരു കോഴ്സാണ്. ദെൻ ഇതെല്ലാം സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ്, 1 വർഷത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ. അപ്പൊ അതിൻ്റെതായ ജോലികൾ, ആയുർവേദ നഴ്സിംഗ്, ആയുർവേദ ഫാർമസി, ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സുകൾ, ഹോമിയോപ്പതി കോഴ്സ് ഉണ്ട്. അതിന് 10ാം ക്ലാസ് ആണ് ഇതിന്റെ യോഗ്യത. LBS സെന്ററിലാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. ഹോമിയോ ആശുപത്രികളിലൊക്കെ നമുക്ക് ജോലി ലഭിക്കാനുള്ള ഒരു കോഴ്സാണ് ഇത്. തിരുവനന്തപുരത്തും കോഴിക്കോടാണ് പഠിപ്പിക്കുന്നത്. 1 വർഷത്തെ കോഴ്സാണ്. അത് നമുക്ക് പഠിക്കാൻ സാധിക്കും. ദെൻ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ നമുക്ക് ഇതുപോലുള്ള നഴ്സിംഗ് കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞിട്ട് വിദേശത്തേക്കാണ് അവർ പോകാൻ ഉദ്ദേശിക്കുക. അപ്പൊ വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ അവര് ചില ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യം തെളിയിക്കുന്നതിനുള്ള പരീക്ഷകളുണ്ട്. ടോഫൽ, അതുപോലെ തന്നെ IELTS, ദെൻ OET പരീക്ഷകള്, മറ്റൊരു പരീക്ഷയാണ് PTE, പിയേഴ്സൺ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ്. അപ്പൊ ഇവിടെയെല്ലാം നമ്മുടെ ഒരു 4 ശേഷികളാണ് അവർ നോക്കുന്നത്. എങ്ങനെ നമ്മുടെ ഇംഗ്ലീഷിലെ ലിസണിങ് സ്കിൽ എങ്ങനെയുണ്ട്, റീഡിങ് സ്കിൽ എങ്ങനെയുണ്ട്, അതുപോലെ റൈറ്റിംഗ് സ്കിൽ എങ്ങനെയുണ്ട്, സ്പീക്കിംഗ് സ്കില്ലുകൾ എങ്ങനെയുണ്ട്, ഈ കാര്യങ്ങളാണ് ഇതിലൂടെ പരിശോധിക്കുന്നത്. അപ്പൊ നമ്മളൊരു BSc-ക്കൊക്കെ ചേരുമ്പോൾ തന്നെ ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ ഒന്ന് വായിച്ചിട്ട് നോക്കുക കേട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള പരീക്ഷകളൊക്കെ പെട്ടെന്നൊക്കെ പാസ്സായി നമുക്ക് വിദേശത്തെ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത് അവിടെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ അവിടെ എല്ലാം പോയി ഒരു ജോലി കിട്ടുകയാണെങ്കിൽ നമ്മുടെ കുടുംബം തന്നെ രക്ഷപ്പെടും, നമ്മുടെ സാമ്പത്തിക ഭദ്രതയൊക്കെ ഉയരും എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇനി മറ്റൊന്ന്, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഒരു കോഴ്സ് ഉണ്ട്, അതുകൂടി ഒന്ന് ഷെയർ ചെയ്യാം. അതിന്റെ സൈറ്റ് അഡ്രസ് താഴെ കൊടുത്തിട്ടുണ്ട്. www.KIU കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി.ac.in ഇതാണ് അതിന്റെ സൈറ്റ് അഡ്രസ്. അവിടെ ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ സയൻസസ്, ഡിപ്ലോമ ഇൻ ഓർഗാനിക് അഗ്രികൾച്ചർ എന്നുള്ള ഒരു കോഴ്സ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ചില റിസർവേഷൻ, BHSC കഴിഞ്ഞിട്ടുള്ളവർക്ക് റിസർവേഷൻ ഉണ്ട്. ഇത് പട്ടാമ്പി പാലക്കാടില് ഈ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളയാനി തിരുവനന്തപുരത്താണ്. ഈ കോഴ്സ് ആദ്യം കാണിച്ചതിന് 2 കോഴ്സുകൾ പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഈ PSC മുഖേന അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ആയിട്ട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ജോലി കിട്ടും. അപ്പൊ ഈ സൈറ്റ് അഡ്രസ്സിൽ പോയിട്ട് ഇതിന്റെ പ്രോസ്പെക്ടസ് നമ്മൾ മറ്റുള്ളവരോടൊക്കെ ചോദിക്കുമ്പോഴേക്കാൾ നല്ലത് ഇതിന്റെ പ്രോസ്പെക്ടസ് ഒക്കെ ഒന്ന് നമ്മൾ വായിച്ചു നോക്കണം. എന്നിട്ട് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണോ, പഠിച്ചു ജയിക്കാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഇനി മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ജീവിതം കീഴടങ്ങാനുള്ളതല്ല, അത് പൊരുതുവാനുള്ളതാണ്. വെറുതെ ജീവിച്ചാൽ പോരാ, അർത്ഥവത്തായിട്ട് ജീവിക്കുക, ലക്ഷ്യം കാണുന്നതുവരെ ജീവിക്കുക. അപ്പൊ ജീവിത വിജയത്തിന് അടിസ്ഥാനപരമായ ഏറ്റവും വലിയ കാര്യമാണ് ഹാർഡ് വർക്ക്, പരിശ്രമം. ഒരു വ്യക്തി തന്റെ ശ്രമങ്ങൾ എപ്പോൾ നിർത്തുന്നു അപ്പോൾ ആ വ്യക്തി പരാജയപ്പെടുന്നു. പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിലയച്ചതീശൻ. അപ്പൊ നമ്മുടെ മുന്നിൽ അനന്തമായ ശക്തിയുണ്ട്, മുന്നിൽ അനന്തമായ സാധ്യതകളുണ്ട്, നമുക്ക് ചുറ്റും അതിരുകളില്ലാത്ത അവസരങ്ങളുണ്ട്. അപ്പൊ എല്ലാവരും നല്ലവണ്ണം പരിശ്രമത്തിലൂടെ നല്ലവണ്ണം പഠിച്ച് ഒരു ജോലി സമ്പാദിച്ച് നല്ല നിലയിൽ എത്തിക്കുവാൻ ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന ഡിപ്പാർട്ട്മെന്റില് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനി എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ കേട്ടിട്ടും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ നമുക്ക് ഷെയർ ചെയ്ത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഈ ക്ലാസ്സിന്റെ ഞാൻ ഇതിന്റെ പവർ പോയിന്റ് പ്രസന്റേഷൻ നിർത്തുകയാണ്. ഇനി എൻ്റെ ഇന്നത്തെ ക്ലാസ്സിനെ സംബന്ധിച്ച് ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, അപ്പൊ നാളെ എഞ്ചിനീയറിംഗ് ക്ലാസ്സുകളെ കുറിച്ചുള്ള നാളെ ചോദിക്കുക. മറ്റുള്ള ക്ലാസ്സുകൾ ഇപ്പൊ ഞാൻ പറഞ്ഞത് മെഡിക്കൽ അലൈഡ് കോഴ്സസ്, പാരാമെഡിക്കൽ കോഴ്സിനെ കുറിച്ചാണ്. അപ്പൊ ഇതിലെ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ
നമുക്ക് പറഞ്ഞുതരാം. എനിക്ക് അറിയാവുന്ന സംശയങ്ങൾ ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. മറ്റുള്ളത് എന്റെ നമ്പർ തന്നിട്ടുണ്ട്, ആ നമ്പറിൽ വിളിച്ചാലും എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഒരാൾ ചോദിച്ചിരിക്കുന്നത് LBS സിപാസിന്റെ പ്രോസ്പെക്ടസ് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നിങ്ങളുടെ ആ മൊബൈൽ എന്റെ വാട്സപ്പിലേക്ക് ഒരു നിങ്ങളുടെ ഒരു ഹൈയോ എന്തെങ്കിലും നിങ്ങളുടെ ആവശ്യം ഇടുകയാണെങ്കിൽ ഞാൻ അയച്ചു തരാം കേട്ടോ. പിന്നെ രാഹുൽ അപ്പു ചോദിച്ചങ്ങനെ മർച്ചന്റ് നേവിയെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. മർച്ചന്റ് നേവിയെ കുറിച്ച് ഇനിയുള്ള ഒരു ക്ലാസ്സിൽ, എഞ്ചിനീയറിംഗ് എടുക്കുന്ന ക്ലാസ്സിൽ പറഞ്ഞു തരും. അവർ പറഞ്ഞു തന്നില്ലെങ്കിൽ ഞാനത് പറഞ്ഞു തരാം. കാരണം ഞങ്ങൾ രണ്ടുപേരും പറയേണ്ട കാര്യമില്ലല്ലോ. വേറെ ഞാൻ ഇന്ന് ചോദിക്കുമോ സാർ? ഫിഷറീസിന് എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്? ഞാൻ ഒരു കാര്യം പറയട്ടെ മോനെ, ഫിഷറീസിനെല്ലാം അനവധി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് അവിടെ പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ പലരും ഞാൻ കണ്ടിട്ടുണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു കോഴ്സിന് പോയി ചേർന്നു. അവിടെ നമ്മൾ പഠിക്കുന്നത് വളരെ മോശമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ രക്ഷപ്പെട്ടു പോകില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനവധി ജോബ് ഓപ്പർച്യൂണിറ്റി, ഞാനിപ്പോ ഒരു വലിയൊരു ലിസ്റ്റ് വേണമെങ്കിൽ പറഞ്ഞു തരാം അതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചുള്ള. അതിന്റെ ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഫിഷറി സയൻസ്, മത്സ്യം പിടിച്ച് ശേഖരിച്ച് സൂക്ഷിച്ച് വിൽക്കുന്ന ഒരു വ്യവസായമാണ് ഫിഷറീസ്. അപ്പൊ അതിന് അനന്തമായ സാധ്യതകളാണ് ഉള്ളത്. അപ്പൊ നമ്മൾ നല്ല വിധത്തില് നീറ്റ് പരീക്ഷ എഴുതി നമ്മുടെ കുഫോസ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള ബാച്ചലർ ഓഫ് ഫിഷറി സയൻസോ ബിടെക് കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കും. അപ്പൊ നമ്മൾ അവിടെ എങ്ങനെ പഠിക്കുന്നു, അവിടുത്തെ പ്ലേസ്മെന്റ് കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പൊ അവിടെ നല്ല മാർക്കുള്ളവരെ ആയിരിക്കും ഞാനാ പറഞ്ഞത് ക്വാളിറ്റി ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, ക്യാമ്പസ് പ്ലേസ്മെന്റ്. താങ്ക് യു സർ. നമ്മളൊക്കെ ഒന്ന് കയറി ഗൂഗിളിലൊക്കെ പോയി ഒന്ന് അടിച്ചു നോക്കണം. നമ്മളിപ്പോ വെറുതെ ഇരിക്കുകയല്ലേ, ഗൂഗിളിൽ പോയിട്ട് കരിയേഴ്സ് ഇൻ ഫിഷറി സയൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് വലിയൊരു ലിസ്റ്റ് ഇങ്ങോട്ട് വരും. അത് കണ്ടിട്ട് നമ്മള് സന്തോഷിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഈ LBSന്റെ അഡ്മിഷൻ ഇന്നത്തെ പത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബറിന് മുമ്പ് തന്നെ എല്ലാ അലോട്ട്മെന്റ് പ്രോസസ്സുകൾ അഡ്മിഷൻ ഒക്കെ നിർത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ മിക്കവാറും റിസൾട്ട് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ ആരംഭിക്കും. ഇന്നത്തെ പത്രത്തില് സെപ്റ്റംബറിൽ എല്ലാം തീർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് ശ്രദ്ധിച്ചിരിക്കണം അതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ. ഞാൻ ക്ലാസ്സുകൾ നടത്തിയിരിക്കുന്ന സ്കൂളിലേക്ക്, അവിടുത്തെ കരിയർ മാസ്റ്ററിലേക്ക് എനിക്ക് കിട്ടുന്ന എല്ലാ വാട്സപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ടീച്ചർമാരാണ് എനിക്ക് പരിചയമുള്ളൂ ഇതില് ഞാൻ ക്ലാസ് നടത്തിയിട്ടുള്ള സ്കൂളുകളിലേക്ക്. അപ്പൊ അവരൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും. സാറേ നീറ്റ് എങ്ങനെയാ നമ്മൾ അറ്റൻഡ് ചെയ്യണത്? ഞാൻ പറഞ്ഞിരുന്നല്ലോ, നീറ്റിന്റെ കാര്യം വളരെ വിശദമായി പറഞ്ഞായിരുന്നല്ലോ. ഞാൻ 3 മണിക്കൂർ 20 മിനിറ്റ് ആണ് ആ പരീക്ഷ. അതിന്റെ പാറ്റേൺ ഒക്കെ ഞാൻ കാണിച്ചായിരുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, എന്നൊന്ന് വിളിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അതിന്റെ വേണമെങ്കിൽ ആ കാര്യങ്ങൾ ഞാൻ വേണമെങ്കിൽ അയച്ചു തരുകയും ചെയ്യാം. ഞാനത് കൃത്യമായിട്ട് പറഞ്ഞായിരുന്നു. അതിന്റെ ആ ഇത് ഞാനൊന്ന് പാറ്റേൺ അയച്ചു തരാം കേട്ടോ. ഒരു വാട്സപ്പിൽ എന്നോടൊന്ന് ചോദിച്ചാൽ ഞാൻ ഇതിന്റെ ഒരു ഫോട്ടോ, ഇതിന്റെ ഫോട്ടോ എടുത്ത് ഞാൻ അയച്ചു തരാം. BSc ഒപ്താൽമോളജിക്കൊക്കെ നല്ല സ്കോപ്പുള്ള ഒരു കാര്യമാണ്. ഒപ്താൽമോളജിയൊക്കെ നല്ല സ്കോപ്പുള്ളതാണ്, കണ്ണ് സംബന്ധമായിട്ടുള്ള പഠനം. അലോട്ട്മെന്റ് കാര്യങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിൽ അപ്പം വേണമെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു തരാം കേട്ടോ. കാരണം ഞാനത് പുസ്തകം വായിച്ചല്ല, എൻ്റെ മക്കൾക്ക് വേണ്ടി അലോട്ട്മെന്റിൽ പങ്കെടുത്തതിന്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ എന്റെ നമ്പർ ഞാൻ പറഞ്ഞിരുന്നല്ലോ, എഴുതിയെടുത്തില്ല. അത് വേറെ ഒരു ഇനോഷ് ജോർജ് ചോദിച്ചിട്ടുണ്ട്. 9446687357. ഒപ്താമോളജി കോളേജുകളുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ആ പ്രോസ്പെക്ടസ് ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ ഓരോ കോഴ്സുകളും എവിടെയെല്ലാം പഠിപ്പിക്കുന്നു അതിന്റെ ഫീസുകളെല്ലാം അതിൽ തന്നെ ഉണ്ട്. നമുക്ക് യാതൊന്നും അതിന് ഒന്ന് അറിയാം, വേറെ ഒന്നും നമുക്കൊരു വിഷയമില്ല. ബിയോക്ക് കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. ബിയോക്ക് കോഴ്സിനൊക്കെ നമുക്ക് അംഗീകാരമുള്ള കോഴ്സുകളാണ് ബിയോക്ക് പ്രോഗ്രാമുകൾ.
അതായത് സർവകലാശാല ബിരുദങ്ങൾ വഴി അറിവ് പകരുന്നതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു തൊഴിലിൽ ഒരു പ്രാവീണ്യം കൂടി ലഭിക്കുന്ന കോഴ്സാണ് ബിവോക്ക് കോഴ്സ്. പെട്രോകെമിക്കൽ എഞ്ചിനീയറിംഗ് പറയും, എഞ്ചിനീയറിംഗിൽ അവർ പറഞ്ഞു തരും കേട്ടോ. BSc MLT ഞാൻ പറഞ്ഞില്ലേ, വലിയൊരു BSc MLT മാനേജ്മെന്റ് സീറ്റുകളൊന്നുമില്ല അവിടെ. ഒന്നാമത് തന്നെ അത് ക്രിസ്ത്യൻസിനുള്ള കൂടുതൽ സീറ്റുകൾ അവിടെ ഉള്ളത്. എഞ്ചിനീയറിംഗ് ക്ലാസ് ബിജു സാറ് പറഞ്ഞു തരും എന്നാണെന്നുള്ള പറഞ്ഞു തരും. എഞ്ചിനീയറിംഗ് ക്ലാസ് ഇനി ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞ കാര്യം നമുക്ക് 18 വയസ്സുള്ളപ്പോൾ PSC പരീക്ഷകളിലൂടെയാണ് ഗവൺമെന്റ് ജോലികൾക്ക് അപേക്ഷ കൊടുക്കേണ്ടത്. 18 വയസ്സാകുമ്പോൾ PSC പരീക്ഷകൾ എഴുതണം. അതിലൂടെയാണ് എനിക്കൊക്കെ ജോലി കിട്ടിയത്. ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകള് ഇപ്പോൾ അതിന്റെ പരീക്ഷകളൊക്കെ നടത്താൻ പോവുകയാണ്. ഹോട്ടൽ മാനേജ്മെന്റ് ഏറ്റവും നല്ല സ്ഥാപനമാണ് നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ്. അതിന് അപേക്ഷിക്കേണ്ട സമയങ്ങളൊക്കെ കഴിഞ്ഞുപോയി. ഹെൽത്ത് ഇൻസ്പെക്ടറെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ ഞാൻ. എവിടെ അപ്പൊ ക്ലാസ് ഒന്നും കേട്ടില്ലേ നിങ്ങൾ? ഞാൻ എത്ര പ്രിപ്പയർ ചെയ്ത് പറഞ്ഞ ക്ലാസ്സുകളൊന്നും നിങ്ങൾ കേൾക്കാണ്ടിരുന്ന എന്താണ്? ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ നല്ലൊരു കോഴ്സാണ്. LBS ആണ് വിളിക്കുന്നത്. മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ അഡ്മിഷൻ പ്രോസസ്. ഈ മർച്ചന്റ് നേവി എന്ന് പറഞ്ഞാൽ അതൊരു കരിയറാണ്. അതായത് മർച്ചന്റ് നേവി എന്ന് അതിൽ പല പല ജോലികളുണ്ട്. മർച്ചന്റ് നേവി എന്ന് പറഞ്ഞാൽ ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിനാണ് മർച്ചന്റ് നേവി എന്ന് അത് ഉദ്ദേശിക്കുന്നത്. അതിലുള്ള ജോലികളാണ് നമ്മൾ അന്വേഷിക്കുക. മറൈൻ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഓരോ അതിന്റെ ക്ലാസ് 4 ജോലികൾ, അങ്ങനെ പല ജോലികളുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. അപ്പൊ മെഡിക്കൽ അലൈഡ് പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ച് ആർക്കും തന്നെ ഒരു സംശയമില്ല. മറ്റുള്ള ക്ലാസ്സുകളിൽ നമ്മൾ എഞ്ചിനീയറിംഗ് കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ ചോദിച്ച് മനസ്സിലാക്കുക. അവരിൽ നിന്ന് നമുക്ക് ഒരു ഫേവറേറ്റ് ആയ ഉത്തരം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ് നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ് പഠിപ്പിക്കുന്നുണ്ട്. ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ് CAT എന്ന പരീക്ഷയിലൂടെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. അത് എഞ്ചിനീയറിംഗിൽ തന്നെ പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ സാറിന് കുറച്ച് ടൈമോടെ കൂടി പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവും. അതുകൊണ്ട് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യണേ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം. തീർച്ചയായിട്ടും അതിന് കൃത്യമായ ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും കാരണവശാൽ അത് ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഷാജി സാർ അല്ലെങ്കിൽ നമ്മളെന്നുണ്ടെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൽ ഡിസ്കസ് ചെയ്തിട്ട് അതിന്റെ ഉത്തരം നിങ്ങൾ ഏത് സ്കൂളാണെന്നുള്ളത് ടീച്ചറുടെ അടുത്ത് അതായത് സ്കൂളിൽ ടീച്ചറുടെ അടുത്ത് പറഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടിയിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഇവിടുന്ന് ഒരു ഉത്തരം കിട്ടാതെ അങ്ങനെ സാഹചര്യം ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. എന്തെങ്കിലും കാരണവശാലും ഉത്തരം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനൊരു ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഓക്കെ സാറെ, ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു കോഴ്സിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ഹോട്ടൽ മാനേജ്മെന്റ് ഏറ്റവും നല്ലൊരു ആ മൈക്ക് ഹിബ ഫാത്തിമ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണേ മോളെ. സാർ പറഞ്ഞോളൂ സാർ. ഹോട്ടൽ മാനേജ്മെന്റ് ഏറ്റവും നല്ലൊരു കോഴ്സാണ്. അതിന്റെ ആ പരീക്ഷാ കാര്യങ്ങളെല്ലാം അപേക്ഷിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. അതാണ് അതിലുള്ള ഒരു വിഷയം. ഞാൻ വേണമെങ്കിൽ ആ സ്ലൈഡ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ എൻ്റെ കയ്യിൽ പെടാത്തതുകൊണ്ടാണ്. ഞാനൊന്ന് നോക്കട്ടെ, എൻ്റെ കയ്യിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഹോട്ടൽ മാനേജ്മെന്റ് ഷാജു സാർ പറഞ്ഞ റേഡിയോളജിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാറിനുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യാമോ? റേഡിയോളജി നല്ല ഒരു കോഴ്സ് തന്നെയാണ്. അത് നമുക്ക് പഠിച്ചാൽ നമുക്ക് ഒരു ജോലി സാധ്യത ഉള്ള ഒരു കോഴ്സാണ് റേഡിയോളജി. എവിടെ അത് പഠിക്കാനായിട്ട് പറ്റുന്നത്? അത് സാറേ നമ്മൾ അനവധി സ്ഥാപനങ്ങളുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു ആ പ്രോസ്പെക്ടസ് ഞാനൊന്ന് പെട്ടെന്ന് വേണമെങ്കിൽ ഒന്ന് ആ സ്ലൈഡ് ഞാനൊന്ന് ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഇതിന്റെ പ്രോസ്പെക്ടസ് ഒരു സെക്കൻഡ് ഞാനൊന്ന് എടുക്കട്ടെ. ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ പ്രോസ്പെക്ടസ് ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ എല്ലാ കാര്യമാണ്. അപ്പൊ ഇതിന്റെ ഡിപ്ലോമ കോഴ്സിന്റെ ഇത് കാണാൻ പറ്റില്ലേ സാറേ? കാണാം. ഇതിലെ ഓരോ കോഴ്സുകൾ എവിടെയെല്ലാം പഠിപ്പിക്കുന്നു ഇതാണ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് നമ്മളൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാമാണ് ഇതിന്റെ ഫീസ് കാര്യങ്ങൾ
മൊത്തം നമുക്ക് ഇപ്പൊ ഇവിടെ ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി, ഗവൺമെന്റ് കോളേജ് എറണാകുളം, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കണ്ണൂർ, പ്രൈവറ്റ് ആയിട്ട് എവിടെയൊക്കെ AKG കോപ്പറേറ്റീവ്, അങ്ങനെ അനവധി കോളേജില് ഓരോന്നിന്റെയും ഫീസ്, അതിൽ എത്ര സീറ്റുകൾ ഉണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. 14 പേജാണ്. അങ്ങനെ നമ്മൾ ഈ പ്രോസ്പെക്ടീസ്, ഇനിയിപ്പോ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ ഉണ്ട്, അതെടുത്താലും നമുക്ക് ഇവിടുന്ന് BSc നേഴ്സിംഗ് എവിടെയൊക്കെ പഠിപ്പിക്കണം, കംപ്ലീറ്റ് കാര്യങ്ങൾ. ഇപ്പൊ ചില BSc ഓരോ ജില്ലകളിൽ എവിടെയൊക്കെയാണ് പഠിപ്പിക്കുന്നത് മുഴുവൻ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് അറിയാൻ പറ്റും. അപ്പൊ ഇത് നമ്മളൊന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. നമുക്ക് ഒരു സംശയങ്ങളും ഇല്ല. ഇനിയിപ്പോ ഇത് നിങ്ങൾക്ക് കിട്ടിയില്ലേ നിങ്ങളൊന്ന് എന്നോട് ചോദിച്ചാൽ ഞാനത് അയച്ചു തരാന്ന് പറഞ്ഞാൽ പാരാമെഡിക്കൽ കോഴ്സിന്റെ പ്രോസ്പെക്ടസ് ടൈപ്പ് ചെയ്താൽ ഗൂഗിളിൽ കിട്ടുമോ സാർ അത്? അല്ല സാറേ, LBS സെന്ററിൽ ചെല്ലണം. LBS സെന്റർ വഴിയുള്ള പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യണം. ഞാൻ വേണമെങ്കിൽ സാറിന് അയച്ചു തരാം, എന്നിട്ട് സാർ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പൊ ഇവരൊന്ന് വായിക്കട്ടെ. വായിച്ചപ്പോ നമുക്ക് അറിയാൻ പറ്റില്ല ഇവർക്ക് അതിൽ എവിടെയൊക്കെയാണ് അതിന്റെ ഫീസ് കാര്യങ്ങളൊക്കെ LBS സെന്റർ വഴി നടക്കുന്ന ഒരു ഇതാണല്ലോ അല്ലെ? അതെ അതെ, LBS സെന്റർ പ്രശ്നങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് കിട്ടാൻ സാധ്യത കൂടുതലുമാണ് അല്ലെ? അല്ല, അത് പിന്നെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള ഒരു കാര്യം മാത്രം. അതെ 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 അതെ. സാർ ഇവിടെ ഒരു കുട്ടി ഒരു BSc കാർഡിയോ വാസ്കുലർ ടെക്നോളജി ഓപ്പർച്യൂണിറ്റീസ് ചോദിക്കുന്നുണ്ട്, ഒരു ഉണ്ണിമായ. അതായത് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് എല്ലാം തന്നെ അവർക്ക് നല്ല സ്കോപ്പുള്ള കോഴ്സുകളാണ്. നമുക്ക് പഠിച്ചാൽ നമുക്ക് ജോലി ലഭിക്കും എന്നുള്ളൊരു യാതൊരു സംശയമില്ല. കാരണം ഇതില്ലാതെ ഒന്നും ഒരു ആശുപത്രി നമുക്ക് നടത്തിക്കൊണ്ടു പോകാനൊന്നും പറ്റുമല്ലോ ഇത്തരത്തിലുള്ള കോഴ്സുകൾ. അപ്പൊ ഇതില് ഈ +2 അല്ലെങ്കിൽ VHSCയുടെ മാർക്ക് കിട്ടി ഇത് പഠിച്ചാൽ യാതൊരു കുഴപ്പമില്ല, ജോലി ലഭിക്കുക എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഫയർ ആൻഡ് സേഫ്റ്റി പഠിക്കാനായിട്ട് മാത്സ് നിർബന്ധമാണ്. ഫയർ ആൻഡ് സേഫ്റ്റി നമുക്ക് എഞ്ചിനീയറിംഗിന്റെ മാത്സ് വേണമല്ലോ. നമുക്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ് ഇത് പഠിപ്പിക്കുന്നത്. മറ്റതൊക്കെ വെറും പ്രൈവറ്റ് പാർട്ടികളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിന് ഇത് വലിയ പ്രാധാന്യം ഉണ്ടാവില്ല. കോഴ്സിന് സർട്ടിഫിക്കറ്റിന് വലിയ വില ഉണ്ടാവില്ല. വലിയ വിലയില്ല. വിദേശത്തേക്കൊക്കെ പോവാണെങ്കിൽ എന്തെങ്കിലും മെച്ചപ്പെടാം. ഇതൊക്കെ ഒരു പരസ്യത്തിൽ വന്ന കോഴ്സുകൾ എന്ന് മാത്രമേ ഉള്ളൂ. വിദേശത്തൊക്കെ ഇവരെ എടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു കുട്ടി BSc അഗ്രികൾച്ചർ ഇവിടെ മെസ്സേജിൽ ചോദിക്കുന്നുണ്ട്. സാർ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു പോയതാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ ഫോറൻസിക് സയൻസ് വളരെ പരസ്യമുള്ള ഒരു കോഴ്സാണ്. കേരളത്തിൽ BSc ഫോറൻസിക് സയൻസ് പഠിക്കാൻ സാധിക്കില്ല. കേരളത്തിന് പുറത്ത് ഡീംഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ ഒരു കാര്യം നമ്മൾ അതെന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. MSc ഫോറൻസിക് സയൻസ് പഠിക്കണമെങ്കിൽ BSc ഫോറൻസിക് സയൻസ് പഠിക്കേണ്ട ഒരാവശ്യമില്ല. അപ്പൊ MSc ഫോറൻസിക് സയൻസിന്റെ ക്വാളിഫിക്കേഷൻ അതെടുത്തിട്ടൊന്ന് നോക്കണം. ഈ പറഞ്ഞ ആള് എന്നോടൊന്ന് എന്റെ വാട്സപ്പിലൊന്ന് ഒരു മെസ്സേജ് തരികയാണെങ്കിൽ ആ MSc ഫോറൻസിക് സയൻസിന്റെ ക്വാളിഫിക്കേഷൻ ഞാൻ അയച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ആ കാര്യങ്ങളെ കുറിച്ച് വായിച്ചാൽ മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ BSc ഫോറൻസിക് സയൻസ് പഠിക്കാൻ പോവുക. ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ട് ഉടനെ ഒരു ജോലിയും കിട്ടാൻ പോകുന്നില്ല. ഫോറൻസിക് സർജൻ ആണെങ്കിൽ അതിന് MBBS വേണം. പിന്നെ ഇതെല്ലാം പഠിച്ച് നമുക്ക് ഫോറൻസിക് സയന്റിസ്റ്റ് ഒക്കെ ആണെങ്കിൽ അങ്ങ് അറ്റം വരെ നമുക്ക് പഠിക്കാൻ പോകും. അത് പക്ഷെ അതിന് കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റി നമ്മളെ കുറവാണ്, ലിമിറ്റഡ് അല്ലേ സാറേ? വളരെ സാധ്യത കുറവുള്ള ഒരു ഇത് പരസ്യം കണ്ടുപോകുന്ന ഒരു കോഴ്സാണ്. ഏറ്റവും കൂടുതൽ പരസ്യം കണ്ട് പലരും പോയി ചേരുന്ന ഒരു കോഴ്സാണ്. അതിപ്പോ ഈ ഒരു സിനിമ വന്നതോടുകൂടിയാണ് സാർ അത് ഭയങ്കര സിനിമയുണ്ട്. പിന്നെ എന്റെ നാട്ടിലെ ഒരു മരണവും ഉണ്ടായിരുന്നു. അതെ അതെ അതെ, അത് പെരുമ്പാവൂരാണുള്ള ഒരു മരണം ഉണ്ടായിരുന്നു. അതെ അതെ അതെ. സാർ ഒരു പെട്രോ കെമിക്കൽ എഞ്ചിനീയർ, അത് എഞ്ചിനീയറിംഗ് ഇതിനകത്ത് ഒരു കുട്ടി ഒരു ജേക്കബ് ഹൈബൺ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട്. അത് എഞ്ചിനീയറിംഗിന്റെ ബ്രാഞ്ചിൽ നമ്മൾ അത് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങൾ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട കോഴ്സുകൾക്ക് അതെ അതിനകത്ത് നമുക്ക് സെപ്പറേറ്റ് ഇതുണ്ട്. പിന്നെ കാർഡിയോ വാസ്കുലർ ടെക്നോളജി ഓപ്പർച്യൂണിറ്റി സാർ ഓൾറെഡി പറഞ്ഞു. പാരാമെഡിക്കൽ കോഴ്സുകളുമായി പാരാമെഡിക്കൽ ഞാൻ കംപ്ലീറ്റ് ഓരോന്ന് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് എന്താണ് ആ കോഴ്സ് എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് വായിച്ചപ്പെട്ടെന്ന്. ഇപ്പൊ അതിൽ തന്നെ റേഡിയോളജി ഏറ്റവും നല്ലൊരു കോഴ്സാണ്, എക്സ്റേ ആയിട്ട് സംബന്ധിച്ചുള്ളത്. പിന്നെ പ്രോസ്തറ്റിക്സ്, ഓർത്തോട്ടിക്സ് ഉണ്ട്, കൈകളുടെ മറ്റു ശരീരഭാഗങ്ങളുടെ വൈകല്യങ്ങൾ സംബന്ധിച്ച്. ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് ടെക്നോളജി കോഴ്സുകൾ സിപ്പറ്റ് ആണ് നടത്തുന്നത്. അത് +2 കഴിഞ്ഞ് പോകാവുന്ന ഒരു കോഴ്സാണ്. സിപ്പറ്റിന്റെ അത് രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞു സാർ. ഞാൻ സിപ്പറ്റിന്റെ ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് CGC ഗ്രൂപ്പിൽ കൊടുത്തിരുന്നതാണ്. അതെ അതെ കൊടുത്തിരുന്നതാണ്. അത് കുട്ടികൾ ശ്രദ്ധിക്കാണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു. സിപ്പറ്റിന്റെ അഡ്മിഷൻ പ്രോസസ് എനിക്ക് തോന്നുന്നു ഈ
കഴിഞ്ഞ മാസം തീർന്നെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് ഇനിയും ഒന്നോടൊന്ന് ചോദിച്ചിട്ട് ഇടാം. നല്ല എനിക്ക് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിന്റെ അതെ ഡീറ്റെയിൽസ്. അതെ, ഞാൻ എൻ്റെ ഒരു സെമിനാർ ഉണ്ടായിരുന്നു, ഈ കുട്ടികൾക്ക് അന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ടീച്ചേഴ്സ് തീർച്ചയായിട്ടും അവർക്ക് കൊടുത്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരുടെ ഒരു സെമിനാർ, അവരൊരു വെബിനാർ ഉണ്ടായിരുന്നു. അത് നമ്മൾ അവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് നല്ല രീതിയിൽ പോകുന്ന ഒരു സ്ഥാപനമാണ് അത്. നാളെയാണ് അതിന്റെ പരീക്ഷ എന്ന് ഒരാൾ എഴുതിയിട്ടുണ്ട്. സ്കിപ്പറ്റ് എക്സാം ടുമാറോ ആണ് സാറേ. അപ്പൊ അത് ആ കുട്ടി അത് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോ സാറിനോട് പറയാനുള്ളത്, ഈ അടുത്ത കൊല്ലമാണെങ്കിൽ ഇവര് എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത് എന്ന് അറിയുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇവരുടെ അപേക്ഷ കൊടുക്കേണ്ട കാര്യങ്ങൾ ഇനി അടുത്ത VHSയിലേക്കൊക്കെ വരുമ്പോൾ തന്നെ ഇവര് ഇതിന്റെ അപേക്ഷ കൊടുക്കുന്ന സമയങ്ങളൊക്കെ ഇവരെ ഞാന് കുറെ സ്കൂളുകളിലേക്കൊക്കെ ഞാൻ കൂടുതൽ ഈ കൊല്ലം നടത്തിയത് തിരുവനന്തപുരം ജില്ലയിലായിരുന്നു. അവർക്കൊക്കെ ഞാനിങ്ങനെ ഓരോന്നൊക്കെ അയച്ചു കൊടുക്കണ്ടായിരുന്നു, എല്ലാം വരുന്ന പേപ്പർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ. സാറേ, അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ അനസ്തീഷ്യ ടെക്നോളജി ചോദിച്ചിട്ടുണ്ട്. അതും ഈ പറഞ്ഞ ബോധം കെടുത്തുന്നത് അത് തന്നെ, കുഴപ്പമില്ല, നല്ല കോഴ്സ് ആണ് അത്, അനസ്തേഷ്യ. അത് ഏത് സെന്റർ, എങ്ങനെയാ സാറേ അതിന്റെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് LBS സെന്റർ തന്നെ. ഞാൻ അതിൽ പറഞ്ഞു. അതല്ല, ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട്. അല്ല, ശ്രദ്ധിച്ചിട്ട് ഇത് വെബിനാർ കംപ്ലീറ്റ് ചെയ്തെന്ന് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. പിന്നെ മറ്റേ ഒരു ഫുഡ് ഇൻസ്പെക്ടർ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഫുഡ് ഇൻസ്പെക്ടർ ആവാൻ എന്ത് ചെയ്യണം? ഫുഡ് ഇൻസ്പെക്ടറുടെ നമ്മൾ PSCയുടെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ക്വാളിഫിക്കേഷനല്ല അവർ പറയുന്നത് കേട്ടോ. അവർ ഫുഡ് സയൻസിലെ ഡിഗ്രികൾ കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. BSc ഫുഡ് ടെക്നോളജി ചോദിച്ചിട്ടുണ്ട്. BSc ഫുഡ് ടെക്നോളജി എവിടെയാ സാറേ? നമുക്ക് ഇവിടെ കേരളത്തിൽ ഇപ്പൊ എറണാകുളത്തെ ഏതൊക്കെ എവിടെയാ കോഴ്സ് ഉള്ളതെന്ന് അറിയോ സാറിന്? BSc ഫുഡ് ടെക്നോളജി. BSc ഫുഡ് ടെക്നോളജി നോക്കട്ടെ സാറേ, ഒരു സെക്കൻഡ് പറഞ്ഞോളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോയിക്കോ. DPT എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ഇട്ടിട്ടുണ്ട്. ഫിസിയോതെറാപ്പി ഒക്കെ പറഞ്ഞിരുന്നല്ലോ. ഫിസിയോതെറാപ്പി ആണല്ലേ അത് പറഞ്ഞിരുന്നല്ലോ. DPT-നേക്കാൾ കൂടുതൽ സാധ്യത BPT അല്ലേ സാർ? അതല്ലേ പുറത്തേക്ക് പോകാൻ കുറച്ചുകൂടെ സാധ്യത ഉള്ളതല്ലേ? BPT കഴിഞ്ഞിട്ട് മറ്റേ എങ്ങനെയാലും പോകാം. നമുക്ക് മാസ്റ്റർ ഉണ്ട്, അതിന്റെ മാസ്റ്റർ പ്രോഗ്രാം. MPT ഉണ്ട്. എന്റെ വൈഫ് MPT ആ, പുള്ളിക്കാരി ഇപ്പൊ ഗവൺമെന്റ് സർവീസിലുണ്ട്. BPT ഒക്കെ പാരാമെഡിക്കൽ കോഴ്സിനകത്ത് തന്നെ. ഫുഡ് സയൻസ്, BSc ഫുഡ് സയൻസ് ഒരുമാതിരി എല്ലാ കോളേജുകളിലും ഉണ്ട്. BSc ഫുഡ് സയൻസ്, അത് കഴിഞ്ഞിട്ട് MSc ഫുഡ് സയൻസ് എല്ലാ കോളേജുകളിൽ തന്നെ ഉണ്ട്. പിന്നെ ഈ സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, മൈസൂരാണ് ആ സ്ഥാപനം. അവിടെയാണ് ഏറ്റവും നല്ലൊരു സ്ഥാപനമാണ് ഈ പഠിക്കാനുള്ള രണ്ടു സ്ഥാപനം. ഞാൻ അവിടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് സാർ. അത് 100 ഏക്കറിന് മുകളിൽ സ്ഥലത്താണ് ഇരിക്കുന്നത്. CFTRI. അത് ഭയങ്കര വലിയ ക്യാമ്പസാ. അത് അവിടുത്തെ സർട്ടിഫിക്കറ്റ് ഭയങ്കര വിലയുള്ളതുമാണ്. അതെ അതെ അതെ, ഞാൻ കുറച്ച് നാൾ അവിടെ ഒരു ട്രെയിനിങ് ഒക്കെ ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. CFTRI മൈസൂർ. അപ്പൊ ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 5 മിനിറ്റോടെ അല്ലേ ഷാജി സാറേ? ഞാൻ ഈ മ്യൂസിക് ഒക്കെ നമ്മളെ ഇത് നിങ്ങൾക്ക് ഒരു ക്ലാസ് ഉണ്ടോ എന്നുള്ളത് കാര്യങ്ങൾ. ഇപ്പൊ ബാച്ചലർ ഓഫ് പെർഫോമിംഗ് ആർട്സ്, അതൊക്കെ നമുക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് BA മ്യൂസിക് ആണോ, അതുപോലെ തന്നെ ഫൈൻ ആർട്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ തന്നെ നേരത്തെ ജോലി ചെയ്ത കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ കോഴ്സുകളുണ്ട് കേട്ടോ. RLV കോളേജ് ഉണ്ടല്ലോ നമ്മുടെ തൃപ്പൂണിത്തുറയുണ്ട്. അതിന്റെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിന്റെ അഡ്മിഷൻ കാര്യങ്ങൾ ഞാൻ എന്റെ വാട്സാപ്പിൽ ചോദിക്കുകയാണെങ്കിൽ അയച്ചു തരാം. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചറായിട്ട് ഷെയർ ചെയ്യുക. ടീച്ചറായിട്ട് ഷെയർ ചെയ്തിട്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ അടുത്ത് വരും. ഉത്തരം കിട്ടും. ഉത്തരമൊക്കെ ഞാൻ അയച്ചു തരാം. ഒരു ചിലപ്പോ ഇത്തിരി താമസം ഉണ്ടാവുന്നു മാത്രമേ ഉള്ളൂ. ഇന്ന് തന്നെ 2-3 പ്രോഗ്രാം ഉണ്ടായി. സാറ് വിളിച്ചപ്പോഴൊക്കെ ഞാൻ ഇവിടെ കൊരട്ടിയില് ഒരു പ്രോഗ്രാമിലായിരുന്നു. BSc മൾട്ടിമീഡിയ ആനിമേഷൻ ചോദിക്കുന്നുണ്ട്. ആനിമേഷൻ ഒക്കെ നമ്മളെ ഈ MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അനവധി കോളേജുകൾ, ഇപ്പൊ നമ്മുടെ അടുത്ത് എറണാകുളം ജില്ലയിൽ കോതമംഗലത്ത് തന്നെ ഒരു കോളേജ് ഉണ്ട്. അവിടെയെല്ലാം നമുക്കിത് പഠിക്കാൻ സാധിക്കും കേട്ടോ, അനിമേഷൻ കാര്യങ്ങളൊക്കെ. അതിലുള്ള ഒരു താല്പര്യം വേണം. അപ്പൊ ഞാൻ സ്പടിക എന്ന ചിത്രം തന്നെ കൊണ്ടുവന്നത് അതിന്റെ ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ. നമ്മള് ബെസ്റ്റ് ഷാജി സാറേ ഈ കുട്ടികൾ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലേ? ഞാൻ പറഞ്ഞ അവരോട് ഗൂഗിളിൽ കയറിയിട്ട് നിങ്ങളൊന്ന് അടിച്ചു നോക്കാൻ പറഞ്ഞായിരുന്നു. അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവര് ചെയ്തത്. അതിന് വല്ല ഫീസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെ കയറിയിട്ട് നമ്മളൊന്ന് പെയ്ഡ് അല്ലാത്തതും ഒക്കെ ഉണ്ട്. അതെ അതെ, പെയ്ഡൊക്കെ ഉണ്ടാവും. നോക്കട്ടെ. കാരണം ഇതിനൊന്നും 2000 രൂപ വരെ മേടിക്കുന്ന ഏജൻസി ഉണ്ട്. ഇത് എല്ലാവരും പറയുന്നതൊക്കെ ഇത് ഒന്ന് തന്നെയാണല്ലോ. അതെ, ഉണ്ണിമായ ഒരു
BSc പെർഫ്യൂഷൻ ടെക്നോളജി ചോദിക്കുന്നുണ്ടല്ലോ, അതെന്താ കോഴ്സ്? പെർഫ്യൂഷൻ ടെക്നോളജി നല്ലൊരു കോഴ്സാണ്. ഞാൻ അതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു തരാം. ഒരു സെക്കൻഡ്. പഠിപ്പിക്കുന്ന സ്ഥലങ്ങള് മോള അത് അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. പഠിപ്പിക്കുന്ന അനവധി സ്ഥാപനങ്ങൾ ഞാൻ ആ പറഞ്ഞു തന്നതിൽ ഇതുണ്ട്. ഒരു സെക്കൻഡ് ഇട്ടില്ല സാറേ, അത് ഞാൻ ഒരു നോട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കോഴ്സാണ്. അതായത് നമ്മളെ ഈ പെർഫ്യൂഷൻ ടെക്നോളജി അവർ പറഞ്ഞേക്കണേ, ഹൃദയ ശസ്ത്രക്രിയയിലും സദൃശമായ ശസ്ത്രക്രിയയിലും ഹൃദയം, ശ്വാസകോശം എന്നിവയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും അതിനെ സംബന്ധിച്ചുള്ള പഠന കാര്യങ്ങളാണ് ഈ പെർഫ്യൂഷൻ ടെക്നോളജിയിൽ വരുന്നത്, BSc പെർഫ്യൂഷൻ ടെക്നോളജിയിൽ വരുന്നത്. അപ്പൊ അതിന്റെ വിഷയങ്ങള് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മോളൊന്ന് ആ പ്രോസ്പെക്ടസിലേക്ക് കിട്ടിയിൽ തന്നെ ഗൂഗിളിലൊന്ന് നോക്കിയാലും മതി. അതിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ട്. മോൾക്കൊരു ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു മോളെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി ആ കാര്യത്തിൽ? ഉണ്ണിമായ ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധരും സർജിക്കൽ അവരുടെ ഇതിലൊക്കെ പെടുന്നതാണ് ഈ പെർഫ്യൂഷൻ ടെക്നോളജി. ഏറ്റവും നല്ലൊരു കോഴ്സാണ് BSc പെർഫ്യൂഷൻ ടെക്നോളജി. ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് ചോദിക്കുന്നുണ്ട്. അത് ഇതില് നമ്മൾ പെട്ടതല്ല, അതിൽ BSc കോഴ്സുകളിൽ പെട്ടതാണ്. അതൊരു BSc കോഴ്സിൽ പെട്ടാണല്ലേ? BSc കോഴ്സ് ഉണ്ട് കേട്ടോ അതിന്. ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട തന്നെ BSc കോഴ്സും ഉണ്ട്. BSc ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, അതൊക്കെ നമ്മുടെ പാരാമെഡിക്കൽ കോഴ്സ് വരുന്നതല്ലേ മോളെ? അതെല്ലാം പാരാമെഡിക്കൽ കോഴ്സ് വരുന്നതാണേ. ഞാൻ എന്നോട് ചോദിക്കാൻ ഞാൻ അതിന്റെ പ്രോസ്പെക്ടസ് ഇട്ട് തരാം, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ സാധിക്കും. അതിന്റെ ഫീസ് സാർ എനിക്കൊന്ന് ഫോർവേഡ് ചെയ്യണം സാർ. അപ്പൊ ഞാൻ കുട്ടികൾക്ക് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് CSSD എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടല്ലോ, ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തോ ഒരു ഇതാണെന്നോ. CSSD ഫുൾ ഫോം എന്താണെന്നറിയാം സാറേ? ഒരുപാട് ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തോ ഒരു ടെക്നിക്കൽ ഇതാണെന്ന് പറഞ്ഞത്. എക്യുപ്മെന്റ്സിന്റെ സർവീസിങ് അങ്ങനെ എന്താണെന്നാണ് ഞാൻ അറിഞ്ഞത്. അതാ ഡിപ്ലോമയിലെ ഒരു സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പുതിയ കോഴ്സ് കൂടെ തേക്കണായിരിക്കും. CSSD ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. അതൊരു പുതിയതായിട്ട് തന്നെ ഒരു തുടങ്ങിയേക്കുന്ന ഒരു കോഴ്സ് ഉണ്ട്. അതാണ് ഉദ്ദേശിച്ചത്. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അതാണ് അത് ഈ സർജിക്കൽ ഉപകരണങ്ങളൊക്കെ അതിന്റെ മാലിന്യങ്ങളൊക്കെ നീക്കി ശുദ്ധീകരിച്ച് അണുവിമുക്തമാക്കി സൂക്ഷിക്കുന്ന കോഴ്സാണ്. അത് ഈ പാരാമെഡിക്കലിലെ തന്നെ എല്ലാത്തിനും ജോലി സാധ്യതയുണ്ട്, അതിലും വിഷയമൊന്നുമില്ല, പഠിക്കാൻ സാധിക്കും. നമുക്ക് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാന്ന് തോന്നല്ലേ? അപ്പൊ ഇവര് ഇനിയുള്ള ഡൗട്ടുകൾ എന്നോടൊന്ന് എന്റെ ചെറിയ വാട്സപ്പിലേക്കൊന്ന് ഇടുകയാണെങ്കിൽ ഞാൻ കുറെയൊക്കെ കൊടുക്കാം. പ്രോസ്പെക്ടസിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ സാറിന് ഇപ്പൊ തന്നെ ഞാൻ ഒരു ഇത് കഴിഞ്ഞ അലീന ഐസക്കിന്റെ ഒക്യുപേഷണൽ തെറാപ്പി അതൊരു പാരാമെഡിക്കൽ കോഴ്സാണ്. അപ്പൊ അത് നമുക്ക് ഈ പറഞ്ഞ പ്രോസ്പെക്ടസിൽ സാർ ഇപ്പൊ ഇട്ട് തരുന്ന ഇന്ന് തന്നെ നമ്മൾ ആ ടീച്ചേഴ്സിന്റെ ഗ്രൂപ്പിൽ ഇടും. അപ്പൊ നിങ്ങൾ കൺസേൺ ടീച്ചറുടെ അടുത്ത് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ഒരു കോഴ്സാണ് കേട്ടോ. എനിക്ക് തോന്നണേ എന്റെ വീടിനടുത്ത് ഇരിങ്ങോളിലാണ് പഠിപ്പിക്കണേന്നാണ് തോന്നണേ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ്. ഉണ്ടല്ലേ? അവിടെ ഞാനൊക്കെ എംപ്ലോയ്മെന്റിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴ് ഇത് കഴിഞ്ഞവർക്ക് എല്ലാവർക്കും ജോലി കിട്ടിയെന്നുള്ളതാണ്. അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ജോലി കിട്ടി.